എന്ത് പതിവില്ല ഒരു കുളി എന്ത് പറയാ ചേട്ടാ, എന്തൊരു തരിപ്പാ ചേട്ടാ. നീ തരിപ്പെന്ന് പറഞ്ഞോട്ട് കൊള്ളാം, കുളിക്കണമെന്ന് പറയായിരുന്നു ഭാഗ്യം. കളിയാക്കണ്ട ചേട്ടാ, ഇന്ന് അവളുടെ അമ്മയുടെ വിവാഹ വാർഷികമാണ് ചേട്ടാ. അതുകൊണ്ട് അവള് പറഞ്ഞു അമ്പലത്തിൽ ചെല്ലാൻ പറഞ്ഞു. അതുകൊണ്ട് ചേട്ടന്റെ വണ്ടി ഞാൻ എടുക്കാം, അത് കഴിഞ്ഞ് സൈഡിൽ വരാം. എടാ, അന്യനാട്ടിൽ നിന്ന് ജോലിക്ക് വന്നാലേ ജോലിയും കഴിഞ്ഞിട്ട് തിരിച്ച് വീട്ടിൽ പോകാൻ നോക്കണം. അല്ലാതെ വല്ല പ്രേമം മണ്ണാങ്കട്ടെ എന്ന് പറഞ്ഞ് നടന്നാലേ എടാ, ആ പെൺകുട്ടിയുടെ അച്ചാരാണെന്ന് അറിയാമോ അവനെ? എടാ, അയാൾ വലിയ കുഴപ്പക്കാരനാണെന്ന്. ഒന്നപ്പി അയാൾ അറിഞ്ഞാൽ നിന്നെ ചവിട്ടി ചെളിയിൽ താഴെ, ഒരു സംശയമില്ല. കൊച്ചിനാക്കി ചേട്ടാ, ഡേയ്, കുറച്ച് ഹിന്ദിയൊക്കെ എനിക്കും അറിയാം, മനസ്സിലായ? പിന്നെ നിന്റെ പ്രണയം ആത്മാർത്ഥമാണെങ്കിൽ നിന്റെ കല്യാണം ഞാൻ പറ്റി തരും. എനിക്ക് അവളെ ഭയങ്കര ഇഷ്ടമാ ചേട്ടാ. ഞാൻ പറ്റിക്കില്ല ചേട്ടാ. എന്റെ പെങ്ങളും ഒരാളോട് സ്നേഹിച്ചാ പോയത് ചേട്ടാ. നിന്റെ വീട്ടിലെല്ലാവരും പ്രാപിച്ച് നോക്കിയല്ലോ. കളിയാക്കല്ല ചേട്ടാ, അവൾ മരിച്ചു പോയി. അവളുടെ ഭർത്താവ് ഒരു ദുഷ്ടനായിരുന്നു ചേട്ടാ. ഞാൻ എത്ര പറഞ്ഞിട്ടും അവൾ കേട്ടില്ല. രാവിലെ ഉള്ള മൂടും പോയി. എടേ, നീ വിഷം വിചാരിക്കാതെ. പിന്നെ ഈ നഷ്ടപ്പെടലിൻ്റെ വേദന നിനക്ക് നല്ലപോലെ അറിയാമെന്ന് എനിക്കിപ്പോൾ ഉറപ്പുണ്ട്. അതുകൊണ്ട് നിന്റെ കല്യാണം ഈ ചേട്ടൻ നടത്തരും. നീ പോടാ, ഞാനെന്താ പറഞ്ഞു. എൻ്റെ ദൈവമേ, ആ വിസ വല്ലതും റെഡി ആയിരുന്നെങ്കിൽ ആ ബംഗാളികളെ വായിരിക്കുന്ന ചീത്തോളിയൊക്കെ അത് രക്ഷപ്പെടായിരുന്നു. അടുത്തില്ല ഇതേത് ഉള്ളക്കിഴങ്ങുകളെല്ലാം തന്നെ ചീത്തോളിയൊക്കെ. ഹലോ, കുറച്ച് മുമ്പ് നിന്നെ വിളിച്ചല്ലേ ഉള്ളൂ ഞാൻ. എന്തോന്ന്? നീ വിളിച്ചപ്പോൾ ഞാൻ വിചാരിച്ച് വിസ എങ്ങനെ റെഡിയായി വീട്ടിൽ കൊണ്ടുവന്നതാണോ? നീ വെയ്, ഞാൻ പിന്നെ വിളിക്കാം. പണിക്ക് പോകാൻ സമയം. മാമ എന്നെ കൂടെ മാമൻ കൂടെ ചോദിക്കണ്ടേ? പൊന്നു മക്കളെ, മാമൻ തന്നെ വല്ല ബംഗാളിയോടെയാണ് പണിക്ക് പോകുന്നത്. അതും ആഴ്ചയിൽ 2 ദിവസത്തെ പണി. അല്ല, നിന്നെ കൊണ്ട് എന്ത് പണിക്ക് പറ്റും? എന്നെ കൊണ്ടാവുന്ന ഒരു ജോലി ചെയ്യാമോ? മോൻ എന്തിനാടാ കരയണത്? നീ കരയാതിരിക്കും, നമുക്കെല്ലാം ശരിയാക്കാം. പിന്നെ തൽക്കാലം മോൻ ഇത് വെച്ചോ. എനിക്ക് വേണ്ടോ, ഇന്നും കൂടെ ജോലിക്ക് കൊണ്ടുപോയാ. എടാ, നമുക്കെല്ലാം ശരിയാക്കാമെന്ന് ഞാനല്ലേ പറയണത്. മോൻ ഇത് തൽക്കാലം കയ്യിൽ വെച്ചോ, എന്നിട്ട് മോൻ വീട്ടിൽ പോ. മാമൻ വിളിക്കാം കേട്ടാ. പ്രസാദ്, ഒരു മിനിറ്റ്. ഞാൻ അങ്ങോട്ട് കാണാൻ വേണ്ടി വരാതിരിക്കുകയായിരുന്നു. അതെ, 4 മാസത്തെ വാടക പിടിച്ച് തരാനുണ്ടോ? ചേട്ടാ, വാടക തരുന്നത് ഞങ്ങളല്ലല്ലോ, കോൺട്രാക്ട് വേണ്ടി വാടക തരും. ചേട്ടനോട് എത്ര പ്രാവശ്യം കൊണ്ട് പറയുന്നു വെള്ളമില്ല, ആ ബാത്റൂമെങ്കിലും ഒന്ന് ശരിയാക്കി തരാൻ പറയും, അതും കേൾക്കും. ഞങ്ങളിവിടെ ബംഗാളികളെക്കാളും ഗതികെട്ടാണ് ചേട്ടാ ജീവിക്കുന്നത്. എത്ര ദിവസം കൊണ്ട് പറയുന്നു. മലയാളി എന്നുള്ള മാനുഷിക പരിഗണനെങ്കിലും തന്നു പറയും. വീട് തന്നാൽ മതി, ബാക്കിയെല്ലാം നിങ്ങളുടെ കോൺട്രാക്ട് ചെയ്യാന്നല്ലേ പറഞ്ഞത്. ഇപ്പൊ എന്താ ഇങ്ങനെ പറയുന്നത്? ഈ വീട്ടിൽ കിടക്കണേക്കാളും നല്ലതേ അല്ല പശുവിന്റെ തൊഴുത്തിൽ ചെന്ന് കിടക്കണം. എന്നാ നിങ്ങൾ തൊഴുത്തി പോയിക്കടാ. സമയം ഒരുപാട്, ഇതൊരു കത്തില്ലല്ലോ. അമ്മ വരുന്നുണ്ട്. ഇത്ര ലേറ്റായി? അമ്മ ഇപ്പൊ വരും. പെണ്ണുങ്ങളേടാ, വണ്ടിയിലെ പെട്രോൾ തിന്ന് പോയി. ഞാനെന്ത് ചെയ്യാനാ? വണ്ടി എടുത്തോണ്ട് ഞാൻ പറഞ്ഞു, നടന്നല്ലേ വരാൻ പറഞ്ഞത്. പിന്നെ ഇതിപ്പോ ലേറ്റ് ആയി പോയി. പിന്നെ കിട്ടിയ വണ്ടിയുമായിട്ട് ഇന്ന് പോകുന്നു. ശരി, ഞാൻ പോകുന്നു. അമ്മ ഇപ്പൊ വരും. നമ്മൾ കാണാനുള്ള സ്ഥലത്തേക്ക് ഞാൻ വരും. ഇന്നെനിക്ക് വരാൻ പറ്റില്ല, ജോലിക്ക് പോകണ്ടേ. കോൺട്രാക്ടർ ബാക്ക് പറയും. അതൊന്നും പറഞ്ഞാൽ പറ്റില്ല, ഇന്ന് വന്നേ പറ്റൂ. ഞാൻ പോവേണേ. എന്റെ സ്നേഹമുണ്ടെങ്കിൽ ഇന്ന് വരണം. പോകല്ലേ മുത്തേ, ഞാൻ പറ. അമ്മയ്ക്ക് പോവാൻ സമയമായി. സ്കൂൾ ബസ് വരുമ്പോ കയറി പോയിക്കോളണേ. സൂക്ഷിച്ചു പോകണം. ബൈ. അമ്പലത്തിലൊക്കെ നല്ല തിരക്കല്ലേ മോളെ? അമ്മ വല്ലപ്പോഴും അമ്പലത്തിലേക്ക് വരണം.
അമ്മയും മോളും കൂടെ ആരെ കാണിക്കാൻ പോയിട്ട് പറഞ്ഞത്? രാവിലെ നിങ്ങൾ വായിൽ മണ്ണ് വീണ വാക്ക് സംസാരിക്കരുത് കേട്ടോ. ഇല്ലടി, എന്നെ ഞാൻ പൊക്കി പറയാം. നിങ്ങൾ എന്തിനാണ് ഇങ്ങനെ തുള്ളണത്? ഈ വീടൊക്കെ തുറന്നിട്ടിട്ടെ അമ്മയും മോളും കൂടെ വിലസിക്കൊണ്ട് നടന്നോണ്ട്. അതെങ്ങനെ? നിങ്ങൾ വീട്ടിൽ ബോധമില്ലാതെയല്ലേ വരണത്? ഇന്നത്തെ പ്രത്യേകത എന്താണെന്ന് നിങ്ങൾക്ക് അറിയാമോ? എന്താടി നിന്റെ അച്ഛൻ ചത്ത? എൻ്റെ അച്ഛൻ ചത്ത ദിവസമല്ല ഇന്ന്. എല്ലാരും കൂടി ചേർന്നേ എൻ്റെ ജീവിതം നശിപ്പിച്ച ദിവസം, വിവാഹ വാർഷികം. ചേട്ടാ പായസം കൊണ്ടുപോടി നിന്റെ പായസം. ചേച്ചി സന്ധ്യ. അത് ഇന്നലത്തെ കെട്ട് വിട്ടില്ല, അതുകൊണ്ടായിരിക്കും. ഇതെന്താ ഇന്നെന്താ പ്രത്യേകത? എന്തായാലും ഭാഗ്യമുണ്ടടി, നമ്മുടെ വിവാഹ വാർഷികവും നിന്റെ ചേട്ടന്റെ ജന്മനാളും. അതൊരു കാര്യമുണ്ട് ചേച്ചി, അവര് തമ്മിൽ നല്ല ആത്മാർത്ഥ സുഹൃത്തുക്കളല്ലേ, അതുകൊണ്ടായിരിക്കും ചേട്ടന്റെ പിറന്നാളും നിങ്ങളുടെ വിവാഹ വാർഷികം ഒരുമിച്ചായത്. അതെന്താടി അമ്പലത്തിൽ കണ്ടില്ല നിന്നെ? ഞാൻ കൃഷ്ണകോവില ചേച്ചി പോയത്. ചേച്ചി വിക്രമാദിത്യ അങ്ങോട്ട് പോയിട്ടുണ്ട്, വേതാള വീട്ടിൽ ഇരിക്കുവോ, ഞാൻ കാപ്പി എടുത്ത് കൊടുത്തിട്ട് വരാം. ചേച്ചി കേക്ക് മുറി വല്ലതും ഉണ്ടാ? ഇന്ന് ഏത് മുറിയിൽ വരണമെന്ന് ദൈവത്തിന് മാത്രം അറിയാം. താടി മൊത്തം നരച്ചു. ആശാന്റെ അടുത്തൊന്ന് ചോദിച്ചു നോക്കണം. അയ്യോ പാവം ഉറക്കം എണീറ്റാ? ഞാൻ ചത്തോന്ന് വിചാരിച്ചായിരുന്നു. അതാ നീ വേറെ ആരെങ്കിലും സെറ്റാക്കി വെച്ചിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ എൻ്റെ അടുത്ത് പറയണേ, ഞാൻ 10-50 എൻ്റെ പലിശക്ക് എടുത്തു തരാം. നീ പോ, വേണമെങ്കിൽ ഒരു ടാക്സിയും കൂടി വിളിച്ചു വിട്ടാരാ. അങ്ങനെ ഇപ്പൊ നിങ്ങൾ ചോദിക്കണ്ട. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകത എന്താണെന്നറിയോ നിങ്ങൾക്ക്? ഇന്ന് നിങ്ങളുടെ ആശാന്റെ വെഡിങ് ആനിവേഴ്സറിയാ. അത് തന്നെയല്ല, ഇന്ന് നിങ്ങളുടെ ജനിച്ച ദിവസം കൂടിയാ. അതുപോലും അറിയാത്ത കഷ്ടം. ശേ, അങ്ങനെയാണെങ്കിൽ ഞാനും ആശാനും കൂടി ഇന്ന് പൊളിക്കും. നീ എൻ്റെ ആശാനെ കണ്ടോ? ഓ കണ്ട്. ഞാൻ ഇച്ചിരി പായസം കൊണ്ട് കൊടുക്കാൻ നേരത്തെ അങ്ങനെ മോന്ത ഇത്രയേ ഉള്ളൂ. എനക്കണ്ണന്റെ സ്വഭാവം നേരത്തെ അറിഞ്ഞു. പണ്ടേ അവ അങ്ങനെ. ഞാനേ കുറച്ച് പായസം വെച്ച് എടുക്കട്ടെ. എനിക്കൊന്നും വേണ്ട നിന്റെ പായസം. ഞാൻ പോയി ആശാനെ ഒന്ന് കണ്ടിട്ട് ആശാനുള്ളത് ഞാൻ അവിടെ കൊടുത്തിട്ടുണ്ട്. ഇച്ചിരി പായസം കുടിച്ചിട്ട് പോ. വേണ്ടല്ലേ. ഇന്നാളെ ഞാൻ നിന്നോട് പറഞ്ഞില്ല ഇവിടെ വന്ന് നിൽക്കരുതെന്ന്. നിന്റെ അമ്മ വക്കീലായതുകൊണ്ടാണ് നിന്നെ ഇവിടെ കൊണ്ട് പോടാ എന്റെ വീട്ടിൽ പറഞ്ഞയച്ചിരിക്കുന്നു ഇങ്ങോട്ട്. അമ്മ അവിടെയുള്ള ആന്റിമാരെന്നെ വഴക്ക് പറഞ്ഞേ, അവിടെ നിക്കല്ലേ പറഞ്ഞ് നിറയെ വഴക്ക് തന്നു എനിക്ക്. അയ്യോ നമുക്ക് തൊട്ട് സമയമില്ല മക്കളെ, നമുക്ക് പിന്നെ ചോദിക്കാം കേട്ടോ. ഈ ചെറുക്കാൻ പോയാ ഇനി ഞാൻ ആരെന്നൊന്ന് കേറും. ഈ ഡേസി ഇവിടെ ചെവി കേൾക്കാൻ വയ്യേ? എടി ഡേസി, എന്തായി? നിന്റെ അടുത്ത് ഞാൻ പല തവണ പറഞ്ഞിട്ടുണ്ട്, നിന്റെ മുറ്റം തൂത്ത് എന്റെ പുരടുത്ത് കൊണ്ടുവന്ന് ഇടരുത്. എടി നിന്റെ കുടുംബസ്വത്തല്ല, ഇത് എനിക്കും കൂടെ അവകാശപ്പെട്ടതാണ്. എടി നിനക്ക് തരാനുള്ളതെല്ലാം തന്നല്ലേടി വിട്ടത്, കല്യാണം കഴിച്ചു വിട്ടത് നിന്നെ. നീ തന്നടി തന്ന്. അമ്മക്ക് കിട്ടിയ ഒരു തകരപ്പെട്ടിയും 2 കുടം, അതും പ്ലാസ്റ്റിക് കുടം. നിനക്ക് അതെങ്കിലും തന്നല്ലേ, എനിക്ക് അതുപോലും തന്നില്ല. പിന്നെ ഞാൻ പഞ്ചായത്ത് മെമ്പറെ വിളിച്ചിട്ടുണ്ട്, ഇതിനൊരു തീർപ്പുണ്ടാവണം എനിക്ക്. പിന്നെ നീ പഞ്ചായത്ത് മെമ്പറുടെ അടുത്ത് പറഞ്ഞിട്ടേ, ഞാൻ എന്റെ മോന്റെ അടുത്ത് പറഞ്ഞിട്ടുണ്ട്. ഗുണ്ടയാണ് ഗുണ്ട. പിന്നെ ആ വെള്ളയും വെള്ളം ഇട്ടോണ്ട് നടക്കുന്നവനാ, ഇങ്ങനെ 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 നടക്കുന്നവനാ, അവനാണോ കുണ്ട? എടാ നീ ഇതൊന്നും കേൾക്കുന്നില്ലടാ, ഇങ്ങോട്ട് ഇറങ്ങിയോടാ. എന്തെന്ന് കുഞ്ഞമ്മ നിങ്ങൾക്ക്? ഞാൻ ദൈവവേലക്ക് ഇറങ്ങി ചേച്ചി പൈതലാണ്, കൈ വെച്ചൊന്ന് പ്രാർത്ഥിക്കട്ടെ. ഞാൻ നിനക്ക് വന്നു നിന്റെ മോന് കണ്ണാണാമയ്യേ, എന്നെ നോക്കി പറയടാ. അമ്മ ഞാൻ ഇതുവരെ എന്തെങ്കിലും തെറ്റായിട്ട് പെരുമാറിയിട്ടുണ്ടോ അമ്മ? കുഞ്ഞമ്മേരെ തലയിൽ കൈവച്ച് പ്രാർത്ഥിക്കട്ടെന്നല്ലേ ചോദിച്ചത്, അല്ലാതെ തെറ്റായിട്ടൊന്നും പറയാം. പിന്നെ കുഞ്ഞമ്മ എന്തിനാ കണ്ണു കണ്ടുകൂടെ ചോദിച്ചത്? ദൈവമേ എനിക്കൊരു കൊച്ചിനെ തരണമെന്നാണ് ഞാൻ പ്രാർത്ഥിച്ചത്, എനിക്ക് തന്നതൊരു ചൊക്കനാണ്. എന്ന് കുഞ്ഞമ്മ അമ്മ എങ്ങനെ ഇട്ട് വേദനിപ്പിക്കണത്? നീ പോടി കുഞ്ഞമ്മ. ഓ മെമ്പർ വന്നോണ്ട് ഞാൻ ഒരു കടവിനകത്ത് കയറിയേ ഒളിച്ചിരിക്കാം. ഒന്ന് കയറി പോടി. ഓ ഇത്രയും തലവേദന പിടിച്ചൊരു വാർഡ് അങ്ങോട്ട് വരുമ്പോഴേ ഞാൻ എല്ലാം കേട്ടോണ്ടാ വരുന്നത്. ഇതാരുടെ വകയാന്നാ? ഇതെല്ലാം എന്റെതാ. നിങ്ങൾ ഇവിടെ കിടന്ന് പരസ്പരം തമ്മിൽ തല്ലിയിട്ട് ഒരു കാര്യമില്ല. ഇത് പുറമ്പോക്കാ, അറിയാവോ? അന്ന് വെച്ചാൽ ഇതിന്റെ ഉടമസ്ഥൻ പഞ്ചായത്താ. ഇതിന്റെ ബാക്കി കാര്യം നിങ്ങൾക്ക് അറിയണമെന്നുണ്ടെങ്കിൽ തണ്ടപ്പേറ്റ് നമ്പർ എടുത്ത് വില്ലേജ് ഓഫീസിൽ ചെന്ന് മനസ്സിലാക്കണം. അല്ലാതെ ഇവിടെ കിടന്ന് ബഹളം വെച്ച് നാട്ടുകാർക്ക് തലവേദന ഉണ്ടാക്കി. പിന്നെ നിങ്ങളെല്ലാവരും കൂടി വോട്ട് ചെയ്ത് ഏൽപ്പിച്ചെന്നുള്ള ശരിയല്ല എന്നും വെച്ച് ഞാൻ നിങ്ങളുടെ അടിമയൊന്നുമല്ല, അതൊന്നും മനസ്സിലാക്കിയാൽ കൊള്ളാം. ഇവിടെ നിന്ന് ജയിക്കാൻ അറിയാമെങ്കിൽ ഈ പ്രശ്നം പരിഹരിക്കാനും എനിക്കറിയാം. ഇലക്ഷന് മത്സരിച്ചപ്പോഴേ നിങ്ങളുടെയൊക്കെ ഭർത്താക്കന്മാര് 1-2 രൂപയല്ല എന്നെ നിന്ന് വാങ്ങിച്ചു കൂട്ടിയത്. കക്കൂസിന് ഞാൻ അപേക്ഷ കൊടുത്തിട്ടുണ്ട്. അവർ പഞ്ചായത്തിൽ നിന്ന് അന്വേഷിക്കുമ്പോൾ കക്കൂസ് ഇല്ലെന്നേ പറയാവൂ. കേട്ടല്ലോ, അങ്ങനെ പറയാവൂ. ഇല്ലെങ്കിൽ അറിയാതെ ആരാ പറഞ്ഞെന്ന്? രവി, വെറും രവിയല്ല, മെമ്പർ രവി. മെമ്പറെ
എനിക്ക് വസ്തു ഇല്ലെങ്കിൽ പോട്ട് എവിടെ മോൻ ഇവിടെ രാത്രിയാകുമ്പോ കൊട്ടും പാട്ടാണ് എവിടെ എവനെയൊന്നും ആട്ടാക്കി താഴെയാണെന്ന് പറയാം. ഒരു കാര്യം പറഞ്ഞേക്കാം, ഇവിടെ കിടന്ന് ബഹളം പറ്റി നാട്ടുകാർക്ക് തലവേന ഉണ്ടാക്കിയ അവനെ മാത്രമല്ല രണ്ടുപേരെ ഞാൻ പിടിച്ചാത്താക്കും. പറഞ്ഞേക്കാം, ഇപ്പൊ സമയം ഞാൻ പോകുന്നു. അമ്മ ഞാൻ പറഞ്ഞല്ലേ അമ്മ, വെറുതെ പ്രശ്നങ്ങളൊന്നും ഉണ്ടാക്കരുതെന്ന്. ഞാൻ കുഞ്ഞമ്മ ഒന്നുകൂടെ ഒന്ന് പ്രാർത്ഥിക്കാം അമ്മ. പോവാ. സമയം ഒരുപാടായല്ലോ, അവളെ കാണുന്നില്ലല്ലോ. ഇന്ന് കണ്ടാക്കിന്റെ കയ്യിൽ നിന്ന് നല്ല ചീത്ത വിളിക്കാം. പെട്ടെന്ന് ഇവിടെ വന്നേക്കാം. നീ എന്റെ ജീവനല്ലേ, അപ്പൊ എനിക്ക് വരാറിക്കാൻ പറ്റുമോ? അമ്പലത്തേച്ച് എന്തൊക്കെയായിരുന്നു ഇന്ന് വരിയിൽ നിന്നൊക്കെ? കുറെ ദിവസമായില്ലേ പണിക്കൊക്കെ പോയിട്ട്. വീട്ടിലേക്ക് പൈസ അയച്ചില്ലെങ്കിൽ അമ്മയ്ക്കൊക്കെ വിഷമമാവില്ലേ? നീ ഞാൻ കാരണം ജോലിക്ക് പോകാതിരിക്കണ്ട, വാ നമുക്ക് പോവാം. ചേട്ടൻ്റെ ഒപ്പം വരുമ്പോഴാണ് എനിക്ക് ഭയങ്കര സന്തോഷം. അതെന്താ അങ്ങനെ? അച്ഛനാണെങ്കിൽ ഡെയിലി വന്ന് കുടിച്ചിട്ട് എന്നെ എൻ്റെ അമ്മേനെ തല്ലി. അതിന് സാരമില്ല, എനിക്കുമുണ്ടൊരു അച്ഛനും അമ്മയും. നിന്നെ ഒരിക്കൽ ഞാൻ അങ്ങ് കൂടെ കൊണ്ടുപോകും, അവർ നിന്നെ സ്നേഹിച്ചോളൂ. ആ ഒരു നിമിഷത്തിനുണ്ടേ ഞാൻ കാത്തു നിൽക്കുന്നു. നിനക്ക് എന്ത് പറ്റി? നീ എന്തിനാ കാറിന്റെ ഫ്രണ്ടിൽ ഒന്ന് വട്ടം വെക്കുന്നത്? നീ ഒന്നോട് മാറിയെന്നേ, വണ്ടി നട റോഡിലാ കിടക്കുന്നത്. ഞാൻ അങ്ങോട്ട് ഒതുക്കിയിടട്ടെ. അവളൊരു കാറ് കഷ്ടമാണ്. എന്താ കാര്യം? നിന്റെ പൈസ ഉണ്ടെങ്കിൽ എനിക്കൊരു 500 രൂപ. നിന്റെ ഭാര്യയ്ക്ക് എന്നെ കാണുമ്പോൾ സംസാരിക്കാൻ മതി. എന്റെ പൈസക്ക് ഒരു കുഴപ്പമില്ലല്ലേ? എന്റെ ഭാര്യയ്ക്കല്ല ചോദിക്കുന്നത്, എനിക്കാണ് ചോദിക്കുന്നത്. നിനക്ക് പറ്റുമെങ്കിൽ സംഭവമൊക്കെ ശരി തന്നെ. നീ ചോദിക്കുമ്പോ എടുത്തു തരാൻ ഞാനിവിടെ പൈസ അച്ചടിച്ച് വെച്ചിട്ടൊന്നുമില്ല. പിന്നെ ഇതുവരെ തന്നതിന് കണക്കില്ല. നീയേ ഒന്നുമില്ല, എന്റെ കൂടെ പറപ്പില്ല. നിനക്ക് തന്ന എന്ത് കുഴപ്പം? വേറെ ആരെങ്കിലും ഉണ്ടായി? കൂടെ പറപ്പൊക്കെ തന്നെ, പക്ഷെ എന്റെ അമ്മ വേറെയാണല്ലോ. അതുകൊണ്ടല്ലേ നീ എന്നെ മാറ്റി നിർത്തിയിരിക്കുന്നത്. പിന്നെ നിന്റെ ഭാര്യ കണ്ട നിന്റെ പോലും ഇല്ല. എടി, എനിക്കുള്ള വക എല്ലാം കൂടെയാണ് അച്ഛന്റെ സെക്കൻഡ് ഭാര്യ എന്ന് പറഞ്ഞ് നിന്റെ അമ്മയ്ക്ക് എല്ലാം കൊടുത്തത്. നല്ല വിദ്യാഭ്യാസം നിന്നാ കിട്ടിയതെല്ലാം നിന്നെ പഠിപ്പിച്ച് വലുതാക്കി. നിന്നെ വക്കീൽ കുപ്പായിരുന്നു. എനിക്ക് എന്തോന്നുണ്ട്? ഞാൻ വെറും കുടിയനും കഞ്ചാവ് അടിച്ചവനും 500 രൂപയ്ക്ക് വേണ്ടി ഞാൻ കിടന്നു നിന്റെ കുമ്പത്ത്. ഒരു നല്ല ജോലി ഉണ്ടായിരിക്കും. സഹോദരങ്ങൾ, നീ പഠിക്കേണ്ട സമയത്ത് നീ പഠിക്കുന്നവർ. അച്ഛനെല്ലാം നിനക്ക് തന്നതല്ലേ, എല്ലാം നശിപ്പിച്ചില്ലേ നീ കുടിച്ചിട്ട്. ഇപ്പൊ ഇനി എന്റെ തലയിലോട്ട് കയറും. എന്റെ തെറ്റാണോ? പിന്നെ എനിക്ക് നിന്നോട് സംസാരിച്ചോണ്ടിരിക്കാൻ സമയമില്ല, കോടതിയിൽ പോണം. നിന്റെ പൈസ ഉണ്ടെങ്കിൽ 500 രൂപ തന്നിട്ട് പോ. പൈസയൊക്കെ തരാം. രാവിലെ എന്റെ മോനെ അവിടെ ഒരു സ്ത്രീക്ക് ഒരുപാട് വഴക്ക് പറഞ്ഞു. അത് ചോദിക്കാൻ നീ ഉണ്ടായിരുന്നോ? അവിടെ ആരെങ്കിലും ഉണ്ടായിരുന്നോ? ഇനി ചോദിക്കണ്ട, ഞാൻ പോലീസിൽ കംപ്ലൈന്റ് ചെയ്തിട്ടുണ്ട്. എവിടെ അവസാനത്തെ കരക്കോ? എന്റെ അച്ഛന്റെ പൈസ എന്റെ വളവള വർത്താനം കേട്ട അവക്ക് ഇവിടെ അച്ചടിച്ചു വരുന്നാല. മേഡം വണ്ടി പറഞ്ഞു വിട്ടോട്ടെ. താൻ എവിടെന്നാടോ വരുന്നത്? ഇവിടെ നിന്ന് സ്റ്റേഷൻ വരെ പറന്നു പോകും. ഈ സ്ത്രീയുടെ കീഴിൽ ജോലി ചെയ്ത് എൻ്റെ BP കൂടത്തേ ഉള്ളൂ. ഇവിടെ ഒരു പ്രശ്നം നടന്നതായിട്ട് ഞാൻ കാണുന്നതേ ഇല്ല. താങ്കളാണോടോ അത് തീരുമാനിക്കുന്നത്? ആ പോളിംഗ് ബെല്ലടിക്കണം. ആ മുടിഞ്ഞവള് വീണ്ടും വന്നെന്ന് തോന്നുന്നു. അമ്മ കുഞ്ഞമ്മ വീണ്ടും വന്ന അമ്മ. വഴക്കൊന്നും പോണ്ടമ്മ, എനിക്ക് പേടിയമ്മ.
അമ്മ അമ്മ പോലീസ് അമ്മ, എനിക്ക് പോലീസിനെ പേടി, ഞാൻ പോവാം അമ്മ. എന്താ മേഡം? ഇവിടെ നിന്ന് ഒരു സ്ത്രീ പരാതി പറഞ്ഞിട്ടുണ്ട്, അവരുടെ കുട്ടിയെ എന്തോ പറഞ്ഞെന്നോ എന്തോ. അയ്യോ, ഞാനൊന്നും പറഞ്ഞിട്ടില്ല. ചിലപ്പോ എന്റെ അനിയത്തി ആയിരിക്കും പറഞ്ഞിട്ടുള്ളത് മേഡം. ആര് പറഞ്ഞാലും ശരി, പറഞ്ഞില്ലെങ്കിലും ശരി, ഇന്ന് 4 മണിക്കകം സ്റ്റേഷനിൽ എത്തിയിട്ടുണ്ടായിരിക്കും. ഓക്കെ മേഡം, വണ്ടി പറഞ്ഞു. ആശാൻ എന്ത് പറ്റി? രാവിലെ തന്നെ വലിച്ചു കയറ്റും തോന്നുന്നു. ആശാനെ, ആശാനെ, നീ ആളുടെ പേടിപ്പിച്ചോന്നല്ലേ? ആശാന്റെ ഇരിപ്പുണ്ടപ്പോ ഞാൻ അങ്ങ് പേടിച്ചു പോയി. പിടിയുടെ അങ്ങോട്ടല്ലേ? ഡേയ്, നിന്നെ കാത്തു നിന്നപ്പോ ഒരു പോലീസ് വണ്ടി വന്നു. അതിന് ആശാൻ എന്ത്? നിനക്ക് അതിനെ കുറിച്ച് അറിഞ്ഞൂടാ. 5 ദിവസം പോയി അകത്ത് കിടക്കണം, അപ്പോഴേ അറിയാവോ അതിന്റെ വിഷമം. അതുകൊണ്ട് എനിക്കൊരു ഐഡിയ തോന്നി. ഞാൻ അങ്ങ് കയറി നേരത്തിരുന്നു. എന്നെ കണ്ടോണ്ട് പോലീസ് ജീപ്പ് എടുത്തുണ്ടാക്കി. നീ എന്തൊരാളെ പേടിപ്പിച്ചിളന്നില്ലാടെ? കറുത്ത ഷൂവും കാക്കി പാന്റും കറുത്ത ഷർട്ടും. എന്റെ പൊന്നാശാനെ പല പല വേഷങ്ങളിൽ വന്നിട്ട് എക്സൈസ് പിടിക്കുന്നു. എന്റെ ബുദ്ധി തോന്നിയൊരു ഐഡിയ. എങ്ങനെയുണ്ട്? ഡേയ്, നീ ഒരു പാസ്റ്റർ ലുക്കാണ്. നീ പാസ്റ്റർ വേഷത്തിൽ വന്നാ മതിയടേ. എങ്ങനെയെങ്കിലും ജീവിച്ചു പോട്ടെ ആശാനെ. ഡേയ്, എന്തോന്ന്? അതൊക്കെ പോട്ടെ ആശാനെ. വാട്സാപ്പ് വേണോ കൂട്ടായ്മ വേണോ? നമ്മൾ ഇന്നലെ ഫോണിൽ പറഞ്ഞതുപോലെ തന്നെ വാട്സപ്പിലാണോ കൂടുതൽ, കൂട്ടായ്മയാണോ കൂടുതൽ? ആശാനെ, ഈ ആഴ്ച ആകുമ്പോ ഈ വില കിട്ടും, അടുത്ത ആഴ്ച ആകുമ്പോ വില കൂടും. അതെന്ത് സംസാരമാണ്? ഇപ്പോഴേ പിള്ളേര് വീട്ടിലുള്ള സാധനങ്ങൾ മോട്ടിച്ച് വിറ്റാണ് എന്റെ കയ്യിൽ പൈസ കൊണ്ട് തന്നെ. ഒരു കാര്യം മനസ്സിലാക്കണം, ഇലക്ഷൻ നടന്നപ്പോ എത്രമാത്രം പൈസ നഷ്ടമായെന്ന് ആശാൻ അറിയും. തോറ്റവർക്ക്. നിന്റെ വാചോടിയൊക്കെ കൊള്ളാം, അതങ്ങ് മനസ്സിൽ വെച്ചിരുന്നാൽ 10-50 വർഷമായി ചെറുപ്പ് തുടങ്ങിയിട്ട്. നീ എന്നെ പഠിപ്പിക്കാൻ ഇങ്ങോട്ട് വരണ്ട. ഞാനൊരു തമാശ പറഞ്ഞല്ലേ ആശാനെ. ആശാന്റെ ചൂടാവുന്നേ? നിന്റെ സംസാരം കേട്ട എങ്ങനെ ചൂടാവാതിരിക്കും? എന്തേ, നിനക്കെന്ത് സുഖമല്ലേടാ? ആശാനെ, ഒന്നുകിൽ ഞാൻ നിങ്ങൾ വല്ലതും പറയണം, ഇല്ലെന്നുണ്ടെങ്കിൽ തുണി പോയി കാണിച്ചു. ഇതൊന്നും ചെയ്യാതെ വെറുതെ എന്നോട് സുഖമില്ലിടുന്ന നിങ്ങൾ നാണോ? അല്ല എന്തു ചക്ക മറിച്ചിട്ടിക്കണോണ്ട് ഞാൻ ചോദിച്ചെന്നേ ഉള്ളൂ. അതങ്ങനെ അങ്ങ് ചോദിച്ചാൽ മതി. പിന്നെ എന്നോട് പറഞ്ഞേക്ക് എൻ്റെ തലയിൽ പിടിക്കരുതെന്ന്. മലറിന് എൻ്റെ സ്വഭാവം അറിയും. ആശാനെ, ഞാൻ ഇപ്പൊ വരാം. ഇതെന്ന് വെച്ചു നീ അവൻ്റെ കൂടെ കളിക്കണ സൂക്ഷിച്ചോ. ഇതല്ല, ഇതിനപ്പുറവും ഞാൻ കണ്ടുണ്ട്. ഞാൻ വരുന്നവരെ ആശാൻ ഈ വണ്ടിയും വെച്ചുകൊണ്ട് ഇവിടെ നിന്നാ മതി. പോയാലോ? സഹകരിക്കാനല്ല, എന്തോന്നും സഹകരിക്കണോടാ? ഒന്നും അറിഞ്ഞൂടാത്ത പോലെ. എവിടെ പോയി കിടക്കണമെന്നോ? ഇത്രയും വിവരമില്ലാത്തവനായിപ്പോയല്ലോ ഒന്ന്. പോലീസ് വല്ലതും പറഞ്ഞ ഈ പണിയാവുകയും ചെയ്യും. ഇവിടെ എവിടെയെങ്കിലും ഓട്ട കിട്ടും ആശാനെ? അപ്പോഴേ നിന്നോട് ഞാൻ പറഞ്ഞു പോവരുതെന്ന്. ഒരുപാട് മൂടിയേർത്ത പരിപാടി. നീ കയറേ ഇങ്ങോട്ട് വണ്ടിയില്. പറ്റുമെന്ന് തോന്നുന്നില്ല ആശാനെ. അയ്യോ,
ആശാന്റെ വിവാഹ വാർഷികമായിട്ട് ആശാൻ നേരത്തെ അടിച്ച് വിറ്റായി കിടന്നുറങ്ങണം. ആശാനെ നല്ലൊരു ദിവസമായിട്ട് ആശാൻ കിടന്നുറങ്ങണം. ഞാൻ എവിടെയൊക്കെ പോയി നോക്കിയെന്നറിയാം. നിനക്ക് അറിഞ്ഞൂടെ എന്ന് ഞാൻ ഇവിടെ കാണുന്നു. ഇന്ന് ആശാന്റെ വിവാഹ വാർഷികം വീട്ടിൽ കയറി വിട്ടു. എന്തോന്ന് വിവാഹ നമ്മൾ ഏതെങ്കിലും വിവാഹ വാർഷികം ആഘോഷിച്ചിട്ടുണ്ടോ? ഇന്ന് എന്റെ പിറന്നാളും കൂടെ ആയിരുന്നു ആശാൻ. അവള് പായസം വെച്ചുകൊണ്ടുവന്നപ്പോ ആശാൻ വഴക്ക് പറഞ്ഞു ഓട്ടിച്ചെന്ന് പറഞ്ഞു. ആവുമല്ലേ ആശാൻ? എടാ അത് അപ്പോഴത്തെ എന്റെ ദേഷ്യത്തിന് എന്തോ അവളടുത്ത് എന്തോ പറഞ്ഞുകൊണ്ട് നിന്റെ ഭാര്യ പായസം കൊണ്ട് കയറി വന്നു. അതുകൊണ്ട് നീ മറ്റേ അയാളെ വിളിച്ച ഗുരുവിനെ ഞാൻ ആശാൻ വിളിക്കാൻ എന്റെ ഫോൺ ഉണ്ടാണ്. നിന്റെ അല്ലേ ഫോണുള്ളത്? എനിക്കാണെങ്കിൽ കാലേക്ക് തീർത്ത് രണ്ട് പോസ്റ്റ് എടുത്ത് വലിച്ചിട്ട് വരാം. അവിടെ കാണണ്ടേടാ. അത് കാണണ്ടെന്ന ഫോൺ ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. ഇപ്പം വരും ഗുരു. കാണണ്ടേ? വന്നില്ല. എവിടെ എത്ര സമയം നിങ്ങൾ നോക്കി നിൽക്കുന്നുണ്ട്? ഡേയ് ഒന്നും പറയണ്ട. എനിക്ക് സാധനം കൊണ്ടുവന്നില്ലേ മോഹനെ. അവൻ എന്തിനാന്നറിയാം, ആ ഹിന്ദുവിന്റെ പുറകെ അവൾ എടുത്തിട്ട് അവനെ ഇടിച്ച് റെഡിയാക്കി. ഞാൻ അവനെ കൊണ്ട് ആശുപത്രി പോയിരുന്നു. എൻ്റെ എല്ലാ കസ്റ്റമറും പോയി. നിനക്ക് 2 പൊതി വേണോ 3 പൊതി വേണോ? കസ്റ്റമർ എവിടെ പോവാ എന്റെ പൊന്നു ഗുരുവേ? നമുക്ക് തൽക്കാലം ഒരു പൊതി. ഏയ് ഇന്നലത്തെ ബാലൻസ് 500, ഇപ്പോഴത്തെ 1000 രൂപ, 1500 രൂപയുടെ സാധനം തരാം. ഇവന് കച്ചവടം ചെയ്യണമെങ്കിൽ മര്യാദയ്ക്ക് സാധനം തന്നിട്ട് വന്നു കേട്ടോ. നിന്റെ മുള വർത്താനം നീ എന്റെ അടുത്ത് വായിക്കരുത്, പറഞ്ഞേട്ടാ. എന്റെ പൈസക്ക് മറ്റേ ശതമാനം വാങ്ങിച്ച് വായിച്ച് കയറ്റിക്കൊണ്ടേ ഒരു ആമ്പലി ഏർപ്പാട്. നിനക്ക് അടിക്കാനാണ് ഭാവമെങ്കിൽ 1 മിനിറ്റ് നില്ല്. അടിക്കാടാ. ആശാനെ വാവ എന്ത് ചെയ്യാ? കൊല്ലണോ വളർത്തണോ? ഇവിടെ പുല്ലിനവിടെ നീക്കിയിട്ട് അവന്റെ പോക്കറ്റിന് സാധനം ഇടാ. അവന്റെ ഒരു മണപ്പ് എന്റെ ചെറുക്കൻ്റെ രാതമായി തോരയ്ക്ക് മുണ്ടുടുപ്പാ കണ്ടപ്പോ ഈ ലോകത്ത് പോയി മറ്റവെന്നാണ് വിചാരം. എന്തോ ചേച്ചി ഇവിടെ റോഡിൽ കിടന്ന് കാണിക്കുന്നു? അല്ല വീട്ടിലും പോണ്ടല്ലേ? ആരെങ്കിലും കണ്ട എന്തോ പറയാ? ഇപ്പോഴത്തെ പെൺപിള്ളേരുടെ അടുത്ത് വല്ലതും പറയാൻ പറ്റും? വല്ലതും പറയണമെങ്കിൽ അവര് നമ്മളെ കൊല്ലും. നീ ഇങ്ങനെയൊക്കെ കണ്ടും കേട്ടും അങ്ങ് ജീവിച്ചു പോവാൻ സന്ധ്യ. നീ സന്ധ്യ സമയത്തൊന്നും വരാത്തതല്ലേ? എന്ത് പറ്റി? ഒരുപാട് നാളുകൊണ്ട് ഇവിടുത്തെ ചേട്ടനോട് അവിടെ ചേട്ടൻ പണിക്കുവാണ്. ഒരു 10ന്റെ പൈസ വീട്ടിൽ കൊണ്ടുവരുന്നില്ല. ഈ പോലീസുകാർ കൊടുക്കുന്ന പൈസ എല്ലാം ഇവിടെ ചേട്ടൻ മേടിച്ചെടുക്കുവാണോ? ഞാൻ എന്ത് ചെയ്യാനടി സന്ധ്യ? അങ്ങനെ പറഞ്ഞ കോല നീ കാണുന്നില്ലേ? നീ എന്നാ അങ്ങനെ വരുമ്പോ ചോദ്യര് പൈസയൊക്കെ എവിടെ പോകണം? അമ്മേ ഇത് അച്ഛനേ വരുന്നു. എങ്ങനെ പറഞ്ഞടി? 4ാം കാലം തന്നെ പറഞ്ഞത്. ഞാൻ പോകുന്നു ചേച്ചി. നിനക്ക് വേറെ ജോലിയൊന്നും ഇല്ലടാ? നമുക്ക് പിന്നെ കാണാം. ജോലി കയറി. ഒന്ന് പെട്ടെന്ന് ആവട്ടാ. ഒന്ന് തൂക്കി കൊടുപോലെ ഇങ്ങോട്ട്. എടാ നിന്റെ ഇവിടെ 1000 തവണ പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഷർട്ട് ഇട്ടിട്ട് പണിയണമെന്ന്. ഇവിടെ ചുറ്റോട് ചുറ്റും പെണ്ണുങ്ങളുള്ളതാണ്. ഇനി അതിന്റെ പരാതിയും കൂടെ ഞാൻ കേൾക്കണോ?
ദൈവമേ, എടാ സൗണ്ടുകൾ ഉണ്ടാക്കാതെ പണികൾ ചെയ്യടാ. 1 2 3 4 5. നീ എവിടെ പോയി? മുട്ടിന്റെ അടിയിൽ വല്ലതും കയറി ഒളിച്ചിരിക്കണോ? എപ്പനെന്ന് ഞാൻ നോക്കിക്കോ. ആഹാ, എഴുന്നള്ളടാ ഉള്ള. എടാ മണി 9 ആയില്ലടാ, നീ ഇപ്പഴാടാ പണിക്ക് പറഞ്ഞത്? എടാ നീ സൈറ്റിലെ പറഞ്ഞത് ഇവിടുത്തെ പണിക്കാരന്മാർ പറഞ്ഞത്. ഓ എടാ, ഇവിടെ കെട്ട് കിടക്കുന്ന ചാപ്പൂലം കൊണ്ട് പറഞ്ഞത്. വഴക്ക് പറയല്ല ചേട്ടാ, ഞാനൊന്നും കൃത്യസമയത്ത് പണിക്ക് വരും. വഴക്ക് പറയല്ലേ ചേട്ടാ. ഇവിടെ അടങ്ങി ഒതുങ്ങി പണി ചെയ്തില്ലെങ്കിൽ വീടിക്കുന്നതിന്റെ പൂമ്പനെ പാട്ടും ഞാൻ. നീ തിന്ന ഉരുളക്കിഴങ്ങ് വരെ ഛർദിപ്പിക്കും. ബംഗാളി മോനെ, നീ എന്തിനാ പറയുന്നത്? ഉള്ളൂക്കപ്പെട്ട നീ മേശരിയാ കൊണ്ടെന്ന് അറിഞ്ഞിട്ട് ചാമ്പ് കൂട്ടി കൊറ കരണ്ടി ഇങ്ങോട്ട് കിടക്കണ. പണിയാണെങ്കിലൊന്നും പണിക്ക് മണ്ണില്ലേ? എന്തിനാ ചേട്ടാ എന്നെ വഴക്ക് പറയുന്നത്? വന്ന നേരം മുതൽ ഞാൻ ചേട്ടന് വല്ലതും പറഞ്ഞോ? പനിയോ തേങ്ങയോ? പണി നടക്കണത് ഇവിടെയല്ല, മോളെയാണ് പണി നടക്കുന്നത്. പണിയാ നോക്ക്. അതെ, പിന്നെ ഒരു കാര്യം ചോദിച്ചോട്ടെ, നീ ഒരു പെൺകുട്ടിയുമായിട്ട് ചെറിയ പ്രേമത്തിലാണെന്നുള്ള ജനസംസാരം. അത് ചേട്ടാ, അത് ആര് പറഞ്ഞു ചേട്ടാ? അങ്ങനെ ഒന്നുമില്ല ചേട്ടാ. ആവശ്യമില്ലാത്ത കാര്യത്തിൽ തലവെച്ച നിന്റെ കാര്യത്തിൽ എനിക്ക് ഒരു ഉത്തരവാദിത്വവും ഇല്ല. പ്രേമം മണ്ണാങ്കട്ടൊക്കെ നിന്റെ നാട്ടിലായിക്കോ, ഇവിടെ അത് നടക്കും. എന്തെങ്കിലും പറയുമ്പോ ഊമെ പോലേക്കാണ്. പണിയാണോ പോയോ? ഊല്ലികള്. റോഡ് നിന്റെ തറവാട് സ്വത്തെന്ന് വിചാരിച്ചോടാ റാസ്കൽ. മേഡം, അയാളെ ഉപദ്രവിക്കരുത്, നമുക്ക് വേണ്ടപ്പെട്ട ആളാണ്. അതിന് ഞാൻ എന്ത് ചെയ്യണോടോ? മേഡം, അടുത്ത ബന്ധുക്കൾ പോലും തൊടാൻ കൂടി മടിക്കുന്ന ഡെഡ് ബോഡികൾ പോലും ഒരു മടിയും കൂടാതെ എടുത്തുകൊണ്ടുവന്ന് ഇൻക്വസ്റ്റ് നടപടിക്ക് വേണ്ടി ഡിപ്പാർട്ട്മെന്റിനെ സഹായിക്കുന്ന മനുഷ്യനാണ്. അതോട്ടാ മേഡം ഞാൻ നിങ്ങളെ പോലുള്ള കുറെ പോലീസുകാരാ യുവമാരെ ഇല്ലാതെയാക്കുന്നത് അല്ലേടോ? എനിക്ക് നീ നന്നായി കാണണമെന്ന് ആഗ്രഹമില്ല, പക്ഷേ ജനങ്ങളെ ബുദ്ധിമുട്ടിച്ചാൽ നല്ല ഇടി കിട്ടും. അയ്യോ മേഡം, എന്റെ ആശാനെ തല്ലല്ലേ മേഡം. ഏത് കളരിക്കാനാടോ ആശ? അങ്ങനെയല്ല മേഡം, എന്റെ അണ്ണനെ ഞാൻ ഓർമ്മ വെച്ച കാലം തൊട്ടേ ആശാൻ എന്നാണ് മേഡം വിളിക്കുന്നത്. ഇനി നിന്നെ എൻ്റെ കയ്യിൽ കിട്ടിയാൽ ഇവിടെ തെളിയാത്ത എല്ലാ കേസും നിന്റെ തലയിൽ വെച്ച് വെക്കും. നിന്റെ വെക്കോ? മേഡം, അടുത്ത കേസ് വിളിക്കട്ടെ? ശരി. മേഡം, ഇങ്ങനെ ചെയ്താൽ മതിയല്ലോ. ഓക്കെ. വല്ലവന്റെയും കുളിമുറിയുടെ മുകളിലാണോടോ നിന്റെയൊക്കെ ധ്യാനം? നിങ്ങൾക്ക് വേറെ പണിയില്ലേ ഇവന്മാരെ പോലുള്ളവരെ ജാമ്യത്തിലെടുക്കാൻ? എനിക്ക് വേറെ ജോലി ഉണ്ടോ ഇല്ലയോ എന്ന് മേഡം അറിയേണ്ട കാര്യമില്ല. ഇയാളുടെ പേരിൽ ചാർജ് ചെയ്തിരിക്കുന്ന കേസ് എന്താണ് മേഡം? അത് പറഞ്ഞാൽ മതി. വത്സമ്മ എന്ന സ്ത്രീയുടെ വീട്ടിൽ കഞ്ചാവ് വലിച്ചുകൊണ്ടിരുന്നു എന്ന പരാതിയുടെ അടിസ്ഥാനത്തിലാണ് ഇയാളെ അറസ്റ്റ് ചെയ്തത്. വക്കീലെ, ഞാൻ അങ്ങനെയൊന്നും ചെയ്തില്ല. ഈ മേഡം വെറുതെ പറയണം. അടങ്ങടോ ഒന്ന്. മാഡത്തിന് തൊണ്ടി മുതലൊന്നും കിട്ടിയില്ലല്ലോ, ഇയാളെല്ലേ കിട്ടിയുള്ളൂ. മേഡം ഇപ്പൊ ഇയാളെ കൊണ്ടുപോയിക്കുള്ളൂ. ഒരു നാൾ എൻ്റെ കയ്യിൽ കിട്ടും തൊണ്ടി മുതലോടെ. ഓക്കെ, അപ്പൊ ശരി, കാണാം. ശരി, കാണാം. വരും. പല പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ട് ഈ സ്ത്രീയുടെ മുന്നിൽ പോയി പെടരുന്നുണ്ട്. എന്തോ ഭാഗ്യത്തിന് ഇപ്പൊ വിട്ടയച്ചത്. നാണോ ഇല്ലല്ലോ വല്ലവരുടെ കുളിമുറിയിൽ പോയി എത്തി നോക്കാൻ. മേഡം, വല്ലവരല്ല, അതെന്റെ കുഞ്ഞമ്മയാണ്. കുഞ്ഞമ്മയോ ആരോ? ഇനി ഇതുപോലത്തെ വള്ളി കേസും കൊണ്ട് എന്റെ അടുത്തേക്ക് വരും. ഞാൻ വരില്ല. വലിച്ചു കഴിഞ്ഞാൽ കുഞ്ഞമ്മയെ അറിഞ്ഞൂടാ, കൂട്ടുകാരെ അറിഞ്ഞൂടാ. ഞാൻ ഇത് കുറെ
ഇല്ല നീ ചെന്ന് പറഞ്ഞുവിടാൻ ഫോൺ താടാ. പ്രിയമുള്ള പെരുവള നിവാസികളെ, ഇന്ന് പകൽക്കാലം നമ്മൾ ഈ ശുശ്രൂഷയിൽ ഏർപ്പെട്ടിരിക്കുന്നത് ദൈവമുണ്ടോ ദൈവമില്ലോ എന്നതാണ്. ദൈവമില്ല എന്ന് മൂടൻ തന്റെ വാക്കുകളാൽ പറയുന്നതെന്ന് ഈ വേദപുസ്തകത്തിൽ എഴുതിയിട്ടുണ്ട്. ഇന്ന് നമ്മൾ അതിലേക്കായി എഴുതപ്പെട്ടിട്ടുള്ള വാചകം നമ്മൾ വായിക്കുകയാണ്. യഹോവയ്ക്ക് സ്തോത്രം ചെയ്യുവിൻ, അവൻ നല്ലവനല്ലോ, അവന്റെ ദയ എന്നേക്കുമുള്ളത്. വീട്ടിനകത്തിരുന്ന് ദൈവവചനം കേൾക്കുന്ന പ്രിയജനമേ, നിങ്ങൾ കേൾക്കുക, ഞാനൊരു പാട്ട് പാടാ. വന്ദിനകൾ വന്നിടുകിൽ അലയുകയോ എൻ ഹൃദയം. ആശാനെ, പൈസ ഇല്ലാതെ ഇങ്ങനെ നടന്നിട്ട് ഒരു കാര്യം. വീട്ടിലാണെങ്കിൽ ഭയങ്കര കലിപ്പും പ്രശ്നമാവും. അവള് പറയാണ് പിള്ളേർക്ക് ആഹാരം കൊടുക്കണം, സ്കൂളിൽ പുസ്തകം വാങ്ങണം, എന്തെങ്കിലും ചെയ്തില്ലെങ്കിൽ ഇനി അവിടെ വീട്ടിൽ നിന്ന് അവളെ അടിച്ച് പുറത്താക്കും. എടാ, ഇന്നാളെ നിന്നോട് ഞാൻ പറഞ്ഞു എൻ്റെ കൂടെ കടിഞ്ഞു തൂങ്ങി നിൽക്കേണ്ടത്. പിന്നെ ഒരു കാര്യം, ആരെങ്കിലൊക്കെ ചത്താലേ നമ്മളതിന് പൈസ ഉള്ളൂ. ബോഡി എടുക്കാൻ പോകാന്നല്ല, എനിക്ക് വേറെ എന്തൊരു പണി അറിയാം. അല്ലെങ്കിൽ ആരെയും കക്കൂസ് നിറയണം, കക്കൂസ് നിറഞ്ഞെങ്കിൽ അതെങ്ങനെ എടുക്കാൻ വരാൻ പോകാൻ. ആരും വിളിക്കാതെ എൻ്റെ തെറ്റാണ്. ആശാന് വിഷമം തോന്നാൻ വേണ്ടിയിട്ട് ഞാൻ പറഞ്ഞതല്ല. ഞാൻ വീട്ടിൽ പോകുമ്പം അവളാണെങ്കിൽ അവിടെ ഭയങ്കര പ്രശ്നവും വഴക്കും. എൻ്റെ വിഷമം പിന്നെ ആശാനോടല്ലാതെ പിന്നെ ഞാൻ ആരെടുത്ത് പറയുമെന്ന് പറ. എടാ, എനിക്ക് ഒറ്റയ്ക്ക് ജീവിക്കാനാണ് താല്പര്യം. പിന്നെ നീ എവിടെ നിന്ന് വന്ന് എൻ്റെ കൂടെ ചേർന്ന് നിന്നെ ഞാൻ ഇങ്ങനെ കൊണ്ടുകളാം. എനിക്ക് കിട്ടുന്നതിൻ്റെ പാതി നിനക്കും തരാം. ഒരു കാര്യം ചെയ്യും, നമ്മൾ ഡൈസിയിലെ മോൻ ഒരു കവല പ്രശ്നം നടത്തും. അവൻ്റെ നല്ല ഉണ്ടെങ്കിൽ വാങ്ങി ഇന്നത്തെ കാര്യം നോക്കാണ്ടല്ലോ വഴിയുണ്ടോ. ആ വെള്ളയും ഇട്ടുകൊണ്ട് നിൽക്കുന്ന അവൻ ഇന്നാളെന്നെ ഉപദേശിക്കണം. ആശ അവൻ്റെ അടുത്തൊന്ന് പറഞ്ഞ് മനസ്സിലാക്കും. നമ്മളെ നാട്ടിലെ നന്മ മരം അവ മാത്രം മതി. എടാ, കാര്യം നടക്കണമെങ്കിൽ അല്പം അവരുടെ നയത്തിൽ നിൽക്കണം, എന്നാലേ അവൻ വല്ലതും തരും. മനസ്സിലായോ? പ്രിയമുള്ളവരെ, നമ്മുടെ തലമുറയുടെ പോക്ക് എങ്ങോട്ടേക്കാണ്? മദ്യത്തിനും മയക്കുമരുന്നിനും കഞ്ചാവിനും ചാരായത്തിലേക്ക് അടിമപ്പെട്ടുകൊണ്ട് സ്വർഗത്തിലേക്കുള്ള അവർക്കുള്ള കവാടം അടയ്ക്കപ്പെട്ടിരിക്കുകയാണ്. നിർത്തടാ, ഇവിടെ ആരിങ്ങനെ കേൾക്കാൻ വേണ്ടിട്ട് നീ ഇവിടെ കിടന്ന കവല പ്രസംഗം നടത്തിയ ആരെങ്കിലും നന്നാവൂടാ? നിനക്ക് വേറെ പണിയൊന്നുമില്ല. ഇന്നാളെ ഞാൻ നിന്റെ അടുത്ത് പറഞ്ഞു, നിന്നെ ഈ പരിസരത്തുള്ള കണ്ടുപോരും. എന്താ ചെയ്യണം? അങ്ങനൊന്നും പറയല്ല ചെയ്യണം. അതൊക്കെ പാവമാണ്. നിങ്ങളോ ഇല്ലാതായി നമ്മൾ നന്നാവണമെങ്കിൽ നന്നാവട്ടെന്ന അങ്ങനെ പറയുന്നത് പാവം. ദൈവത്തിന് നിരക്കാത്ത കാര്യമാണ് അങ്ങനെയൊക്കെ പറയണത്. എടി, നീ ഇതിവിടെ വെട്ടിക്കൊണ്ട് നില്ല്. നിന്റെ മോനല്ലേ മതപരിവർത്തനത്തിന് പോയത്? അടിച്ചു വന്ന് കുളത്തിൽ ഇട്ടേക്കുന്ന. ഇപ്പം പോയാൽ നിനക്ക് ബോഡി എങ്കിലും കാണാം. എടി, എന്റെ അമ്മയുടെ വയറ്റിൽ തന്നെയടി നീ ജനിച്ചത്. എന്റെ മോനാകുമ്പോ നിന്റെ മോനല്ലേടി. ഇപ്പോഴല്ലേടി എന്റെ മോനെ ഞാൻ വിളിച്ചിട്ട് അങ്ങോട്ട് വെച്ചത്. ജീവിച്ചിരിക്കുന്ന മോൻ ചത്തത് നീ പറയുന്നടി. ഇപ്പൊ ഞാൻ നിന്റെ മുമ്പ് വെച്ച് ഞാൻ വിളിച്ച് കേൾപ്പിച്ചാടി കള്ളി. ഇവന്റെ അടുത്ത് കൂടുതൽ സംസാരിച്ചുകൊണ്ട് ഇത് കഴിഞ്ഞാണ്ടല്ലോ, ഇവൻ രണ്ടുപേരെയും നമ്മളെ കൂടെ പറഞ്ഞ് പാസ്സാക്കാൻ വേണ്ടി നോക്കും. അതുകൊണ്ട് ആശാൻ പറയാനുള്ള കാര്യം പെട്ടെന്ന് പറയണം. പൈസ ആയിട്ട് ഇല്ലെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവന്റെ പോകത്തിരിക്കുന്ന ഫോൺ എടുക്കുന്നു പറഞ്ഞു നമ്മളെ കാര്യം നടക്കുന്നു. വളച്ചിട്ടില്ല. നിന്നോട് ഞാൻ ഒരു കാര്യം കാണാം, നിന്റെ പൈസ ഉണ്ട് 1000 രൂപ വേണം. എന്റെ അവിടെ നിന്നാ പൈസ? ഞാൻ ഏതെങ്കിലും ബദറിന്റെ വീട്ടിൽ പെട്രോളം കുടിക്കാനാണ് വിചാരിക്കുന്നത്. എനിക്ക് ഒരു പൈസ ഇല്ല. 1010 പൈസ എനിക്ക് കാണിക്കാൻ പോലും തരാനില്ല. എടാ, നിനക്ക് നാണല്ലോ, എവിടെ പോയി ജോലി ചെയ്ത് ജീവിച്ചുകൂടാ? അയ്യോ, നിങ്ങളും തന്നെ എന്നോട് ചൂടാകും. നിങ്ങൾക്ക് ജോലി ചെയ്ത് ജീവിച്ചു, നിങ്ങൾക്ക് തന്മതിയുണ്ടല്ലോ. ഭയങ്കര തടി കിട്ടിയിരിക്കുന്നത്. എടാ, വെള്ളം ഇട്ട് ഉജാലെ കൊണ്ടുപോയാലേ നീ ആശയം തർക്കുത്തോണ്ടാ മേലെ. അവനെ തൊട്ടാൻ ചത്തോണ്ട് വാ. ഹലോ, എന്തമ്മ മക്കളെ, നീ എവിടെയാടാ നിൽക്കുന്നത്? നിന്റെ കുഞ്ഞമ്മത്തല്ല പറഞ്ഞ് നീ ചത്തുപോയെന്ന്. കുഞ്ഞമ്മയാ? അതിന് വെട്ടത്തെടുത്ത് വെട്ടി കൊല്ലിയ പുള്ളിക്ക് ചാവട്ട്. ഇവിടെയാണെങ്കിൽ അടിയെണ്ണം വന്ന് എന്നെ എടുത്ത് അടിക്കും. ശരി, എന്നാ ഞാൻ വീട്ടിൽ വരാം. വെച്ചോളി. ഇന്ന് നേരത്തെ ഇറങ്ങാൻ പറ്റൂ? എന്റെ സ്നേഹമുണ്ടെങ്കിൽ ഇന്ന് നേരത്തെ ഇറങ്ങണം. നമ്മളിന്ന് കാണുന്ന സ്ഥലത്തില്ലേ, അവിടെ വന്നാ മതി. പഠിക്കാനും തോന്നൂലേ? അമ്മ ഉറക്കെ പറയണ്ട, പയ്യെ പറഞ്ഞ എനിക്ക് ചെവിയൊക്കെ കേൾക്കാം. എപ്പോ നോക്കിയാലും മൊബൈൽ കുത്തി കുത്തി അങ്ങ് ഇരിക്കും. എന്റെ വിധി. എന്തോന്നടാ നീ ആലോചിച്ചോണ്ടിരിക്കണത്? നിന്റെ കൂടെ ഇവിടെ നിന്ന് ഒരക്കാനാടാ ഞാൻ പറഞ്ഞത്. ഇവിടെ നിന്ന് പലക വല്ലതും അടുക്കി പറക്കി വെക്കാനാടാ പറഞ്ഞത്. നീ ഇവിടെ നിന്ന് ഒരച്ചോണ്ടിരിക്കണ. നിനക്ക് മെനങ്ങാ നീനാടാ ഞാൻ താക്കീത് ചെയ്യുന്നത്. ഇനി നീ പണി ചെയ്യാതിരുന്ന നിന്നെ ഞാൻ നാട്ടിലോട്ട് പാക്ക് ചെയ്യും. പറഞ്ഞത് കേട്ടല്ല, മലയാളം പറഞ്ഞിട്ട് നിനക്ക് മനസ്സിലാവുന്നില്ല. ഇനി ഞാൻ ഹിന്ദി കൂടെ പറയണോ? പോയിട്ട് ഒന്ന് പണി ചെയ്യണോ?
പഠിച്ചോ, വൃത്തിയാ പഠിച്ചോ. നിന്റെ പേര് വെളിയിറങ്ങി നടക്കാൻ പറ്റാതെ ശരിയായിപ്പോയി. നീ പഠിച്ചെന്ന് IAS എടുക്കാൻ പോണം. IAS മക്കളാവത്തി പിടിക്കുന്നത്. നാളെ കേട്ട് മനുഷ്യൻ വെളിയിറങ്ങണ്ടേ. മുട്ട നെയ്ച്ച് 3 എതള് കിട്ടില്ല. അതിനുമ്പോ നിനക്കൊക്കെ പ്രേമം. അച്ഛനെ എന്തോ വട്ടായ അച്ഛൻ കുടിച്ചിട്ട് വന്നിട്ട് എന്തോന്ന് പറയുന്നത്? എന്റെ ഒരു തർക്കത്തിനും നന്നടിക്കും. കൊന്നുകൊഴിഞ്ഞു നിന്നെ കൊന്നു വെച്ച് കീറി വെച്ചു. നിന്റെ മോക്കെ പ്രേമം. ഞാൻ വെളിയിലിറങ്ങി മനസ്സ് നടക്കാൻ പാടില്ല. മക്കളെ നീക്ക് മക്കളെ നോക്കാൻ പറ്റില്ല. പിന്നെ നീക്ക് എന്തിനാണ് വീട്ടിൽ കയറിയിരിക്കുന്നത്? വല്ലവരും വല്ലതും പറഞ്ഞത് കേട്ടുകൊണ്ടല്ലോ അന്ന് എന്റെ കൊച്ചിന്റെ ദേഹത്ത് തൊട്ടുപോകരുത്. ആരെ പ്രേമിച്ചെന്നാണ് നിന്റെ മോളെ ഒരു ബംഗാളിയായിട്ട് പ്രേമൊന്ന് വെളിയിലിറങ്ങി നടക്കാൻ പറ്റില്ല മനുഷ്യന്. മൂക്കൂട്ട കുടിക്കാനും വാങ്ങിച്ചു തരും, ഇല്ലാത്ത നുണക്കഥയും പറഞ്ഞു വിട്ടുതരും വീട്ടിലോട്ട്, വീട്ടുകാർക്ക് സ്വസ്ഥത കിട്ടാതിരിക്കാൻ. വേറെ ആരുമല്ല പറഞ്ഞത്. ഇവിടെ ഒരു മാനയുണ്ട്, മാനയെ ഹിന്ദു ചൂട് നമ്മളൊക്കെ വിളിക്കുന്ന ഹിന്ദു. അറിയാമോ? അവനാണ് പറഞ്ഞത് ആ ബംഗാളിയെ പ്രേമിക്കുമെന്ന്. നിങ്ങൾ പറഞ്ഞില്ലേ ആ പെണ്ണായി അവൻ കയറി ഇവളെ പിടിക്കാൻ പോയപ്പോഴേ ആ ബംഗാളി ചെറുക്കനാണ് ഇവളെ രക്ഷിച്ചത്. അതുകൊണ്ടാണ് അവ ആ നുണ വന്ന് നിങ്ങളടുത്ത് പറഞ്ഞു തന്നത്, വീട്ടിൽ ഒന്ന് പെണ്ണിനെ എടുത്തിട്ട് അടിക്കാൻ വേണ്ടി. ഞാൻ അവനോട് ചോദിക്കും, അവ ഇല്ലെന്നും എല്ലാം പറഞ്ഞെങ്കിൽ നിന്നെ അവിടെ കുളിച്ച് നിർത്തി പിടിക്കും, കുളിച്ച് നിർത്തി കേട്ടാ. ഈ ഫോണ് ശരിയാവുന്നല്ലോ. ഇത് എന്താ ഇത്? ദിവസം കൊണ്ട് ഇത് എന്ത് പറ്റിയതിന്? എന്ത് വരാൻ പറഞ്ഞു? അമ്മയ്ക്ക് സുഖമില്ല. കോൺട്രാക്ടർ പറഞ്ഞു ഇന്ന് തന്നെ നാട്ടിലേക്ക് പോകണമെന്ന്. ചേട്ടന് ഫോണിൽ എന്ത് പറ്റി? 2 ദിവസമായിട്ട് ഫോണിൽ കോളിങ് പറ്റുന്നില്ല. അതുകൊണ്ടല്ലേ ഞാൻ മെസ്സേജ് പോയി പറഞ്ഞത് ഇവിടെ വരണമെന്ന്. ഞാനും വരാൻ കൂടെ. ഇപ്പൊ നീ വരണ്ട, പിന്നെ നിന്നെ ഒരു ദിവസം ഞാൻ അങ്ങോട്ട് പോവാം. അങ്ങനെ പറയല്ലേ, ഞാനും കൂടെ വരാം അമ്മയെ കാണാൻ. എന്നെ പിന്നെ വാ. വാർത്തകൾ തുടരുന്നു. ഇറാൻ ഇസ്രായേൽ അമേരിക്ക സംഘർഷത്തിന് അയവ് വന്നിരിക്കുന്നു. ഗൾഫിലുള്ള അമേരിക്കൻ സൈനിക കേന്ദ്രങ്ങൾ ഒന്നും ഇന്ന് ആക്രമിക്കപ്പെട്ടിട്ടില്ല. ഞങ്ങളുടെ വനിതാ ദിനമായ 35ാം ദിവസത്തെ വനിതാ സ്പെഷ്യൽ വാർത്തകൾ. ഇന്ത്യയുടെ തുടക്കുട്ടികളായ പെൺസിംഹങ്ങൾ സാഫ് വുമൻസ് കപ്പ് നേടിയിരിക്കുന്നു. 3-1 എന്ന സ്കോറിലാണ് ബംഗ്ലാദേശിനെ തോൽപ്പിച്ചിരിക്കുന്നത്. ഒപ്പം തന്നെ രണ്ടാമത്തെ വാർത്ത നമ്മളെ വളരെ വിഷമിപ്പിക്കുന്നതാണ്. 16നും 20 വയസ്സിനും ഇടയിൽ പ്രായം തോന്നിക്കുന്ന പെൺകുട്ടിയുടെ മൃതദേഹം ചാക്കിൽ കെട്ടിയ നിറയിൽ റബ്ബർ തോട്ടത്തിൽ നിന്ന് കണ്ടെത്തിയിരിക്കുന്നു. ബോഡി കണ്ടത് ടാപ്പിംഗ് കഴിഞ്ഞ് പാലെടുക്കാൻ വന്ന പയ്യനാണ്. ഇതിന്റെ പുറകിൽ ആരാണെന്ന് ചോദിച്ചപ്പോൾ SI മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. സിയുടെ അടുത്ത് കൂടി ചോദിച്ചപ്പോൾ അദ്ദേഹം മൗനം പാലിക്കുകയാണ് ഉണ്ടായത്. ഞാൻ ചോദിച്ച ഒരു ചോദ്യങ്ങൾക്കും CI ഒരു മറുപടിയും നൽകിയിട്ടില്ല. ആകെ ഉരിയാടിയത് എത്രയും വേഗം പോസ്റ്റ്മോർട്ടം നടത്തി മൃതദേഹം ബന്ധുമിത്രാദികൾക്ക് കൈമാറും എന്ന് മാത്രമാണ് അദ്ദേഹം പറഞ്ഞത്. ഇങ്ങോട്ട് നോക്ക്, ഒരു പെൺകുട്ടിയുടെ മൃതദേഹം ചാക്കി കെട്ടിയ അത് നമ്മളെ കുളത്തിന്റെ ഈ വാർത്ത അത് ഇന്നലെ നടന്ന സംഭവം. അതപ്പം ഞാൻ അറിഞ്ഞില്ലല്ലോ. അതിപ്പോ നമ്മുടെ നാട്ടിൽ നടക്കുന്ന കാര്യം നീ അറിയില്ലല്ലോ. എടാ, പെണ്ണും ബംഗാളി പയ്യനായിട്ട് മുടിഞ്ഞ പ്രണയോടാ. നീ ആവശ്യമില്ലാത്ത കാര്യമൊന്നും പറയണ്ട. എന്റെ ബലമായ സംശയം ആ ബംഗാളി പയ്യൻ അവന്റെ കാര്യം കഴിഞ്ഞിട്ട് ആ പെൺകുട്ടിയെ കൊന്നു കളഞ്ഞിട്ട് ചെയ്യുകയാണ്. നമ്മുടെ നാട്ടിൽ ഇങ്ങനെ സംഭവം നടന്നിട്ട് അവൻ അതുവരെ പോയില്ലെങ്കിൽ മോശമല്ലേ? ഇനി പോയിട്ടൊന്നും കാര്യമില്ല, ബോഡിയെല്ലാം കത്തി തീർന്നതാണ്. എന്റെ കൊച്ചു വേണ്ടി പോലെ കണ്ണീര് പോലെ നിങ്ങളെ കണ്ണീന്ന് വീഴണില്ല. അമ്പിളി പോയവരാ പോയി, ഇനി നീയും കൂടെ പോയിട്ട് വല്ല കാര്യമുണ്ടോ? ചേച്ചിക്കൊരു കാര്യം അറിയാമോ? നിങ്ങളെ കല്യാണം കഴിച്ച് 3 മാസമായപ്പോഴും ഞാൻ ആത്മഹത്യ ചെയ്യാൻ ശ്രമിച്ചാണ്. എന്താണെന്ന് അറിയാമോ ചേച്ചി? ഇയാള് ഭയങ്കര ഉപദ്രവമായിരുന്നു തന്നെ. അപ്പോഴാണ് ഞാൻ അറിഞ്ഞത് ചേച്ചി എന്റെ വയറ്റിലൊരു കുഞ്ഞുണ്ടെന്ന്. ഈ നിമിഷം വരെ അവൾക്ക് വേണ്ടിയാണ് ചേച്ചി ജീവിച്ചത്. അവൾക്ക് വേണ്ടിയാണ് ചേച്ചി ഞാൻ ജീവിച്ചത്. ഇനി ആർക്ക് വേണ്ടി ചേച്ചി ഞാൻ ജീവിക്കണം? അയാളിരിക്കണേ ഏതെങ്കിലും ഒരു അച്ഛൻ ഉണ്ടായി പോക്ക് വേണ്ടി കർമ്മം ചെയ്യാത്ത കല്ല് പോലെ ഇരിക്കുന്നത് കണ്ട
ചടങ്ങ് കഴിഞ്ഞില്ല, ഇനി നമുക്ക് എന്നിട്ട് പോവാം. നമുക്ക് ഇവിടുത്തെ പരിപാടി കഴിഞ്ഞു, ഇനി നമുക്ക് പോവാം. മക്കളെ കുറച്ച് വെള്ളമൊക്കെ എടുത്ത് നീ ഒരു മനുഷ്യൻ തന്നെടാ. ആ കൊച്ചു മരിച്ച സമയത്ത് ഇവൻ ചത്താ മതിയായിരുന്നു. ഞാൻ പറയാൻ വേണ്ടി ഇരുന്നതായിരുന്നടി, നീ പറഞ്ഞത് എന്നെ നന്നായിരുന്നു. നിങ്ങൾ പോതല്ലേ, ഇവളെന്തിനു എന്റെ മോളി ഒന്ന് കയറുന്നത്? അല്ലടി, അത് അവന്റെ മോള് തന്നെയത്. അതെന്തടി അങ്ങനെ പറഞ്ഞത്? അല്ല, അവന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണുനീര് വീണില്ല. അവൻ തെറ്റ് ചെയ്താലും ഒരിക്കലും അമ്പിളി അങ്ങനെ ഒരു തെറ്റേ ചെയ്യത്തില്ല. അവന്റെ ആ ഇരുത്ത കണ്ടപ്പോഴത്തേക്ക് തന്നെ അവിടെയുള്ള ആണുങ്ങളെല്ലാം എണീച്ചങ്ങ് പോയത്. ഓ, അത് തന്നെ. ചേച്ചി, ആ ബംഗാളി ചെറുക്കൻ കൊന്നെന്നാണ് പറയുന്നത്. നീ എങ്ങനെ അറിഞ്ഞു? ഓടി കൊണ്ടുവന്നപ്പം പോലീസുകാർ കുഞ്ഞുവിനെ പറയണം, ഞാൻ കേട്ടു വെച്ച്. അമ്പിളിയുടെ കണ്ണുനീര് കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ എന്റെ ഹൃദയം തകർന്നു പോയി. ഇനിയിപ്പം ഇവിടെ മൊത്തം പോലീസ് കയറി ഇറങ്ങും. അങ്ങനെയെങ്കിലും ഇവിടെ ഉള്ള കുറെ ചെറുക്കന്മാരെ കൊണ്ട് പോവല്ലേ, രക്ഷപ്പെട്ടു. കള്ളച്ചിമാരെയൊന്നും കാണാനില്ലല്ലോ. ആ മരണ വീട്ടിലെ വിശേഷങ്ങളൊന്നും അറിയാനും വയ്യ. അതൊക്കെ കണ്ടിരുന്നെങ്കിൽ തിരക്കായിരുന്നു. അതൊരു അഴുക്കത്തള്ളേനെ. എന്തിനു ചേച്ചി എന്തിനു പറഞ്ഞാലും ഒരു ദേഷ്യ തള്ളക്ക്. ചേച്ചി അവിടെ എന്തിനാ ചേച്ചി മരണ വീട്ടില്? അതൊക്കെ കഴിഞ്ഞാ? നീ എന്താണ് അങ്ങോട്ട് വരാഞ്ഞത്? എന്നെ കൊണ്ട് ഈ മരണ വീട്ടിലൊന്നും പോകാൻ പറ്റില്ല. എനിക്ക് ഈ സങ്കടങ്ങളും സഹിക്കാൻ പറ്റും. സത്യം, ഞാൻ ഒരു മരണ വീട്ടിൽ അങ്ങനെ പോകില്ല. പിന്നെ വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ അവൻ ശരിയല്ല. അവൻ കള്ളും കഞ്ചാവും കുടിച്ച് എന്തിനു ചേച്ചി? ഇതൊക്കെയാണ് ഒരു കുടുംബത്തിൽ നടക്കണേ. ഇങ്ങനെ തന്നെ മക്കൾ ഇങ്ങനെ തന്നെ ഇല്ലാതായി പോകും. എല്ലാ കുടുംബങ്ങളിലും നടക്കണ തന്തമാരും നേരെയായിരിക്കും. എവനൊക്കെ കള്ളും കഞ്ചാവും കുടിച്ച് അലന്ന് തിരിഞ്ഞ് നടക്കണം. എവൻ്റെയൊക്കെ കുടുംബത്തിൽ ഇതേ നടക്കും, അല്ല വേറെ ഒന്നും നടക്കില്ല. പിന്നെ ഞാൻ അതുകൊണ്ടല്ല, എന്നെ കൊണ്ട് പറ്റൂല. കൊച്ചു മോള് എനിക്ക് സഹിക്കൂല ചേച്ചി, സഹിക്കാൻ പറ്റൂല. എടാ, ബംഗാളിയാണ് കൊന്നേന്നാണ്ട് എവള് പറഞ്ഞതാ. എനിക്ക് നേരത്തെ അറിയാമായിരുന്നു ചേച്ചി. ഞാനും നേരത്തെ ചെറുതായിട്ടൊക്കെ ഈ കൊച്ചിനെ കുറിച്ച് അറിഞ്ഞു. നമുക്ക് എന്തെങ്കിലും ചെന്ന് അവനോട് സംസാരിക്കാൻ പറ്റും. അവൻ 24 മണി കഞ്ചാവും വെള്ളം അടിച്ചുകൊണ്ട് നടക്കണം. അവൻ്റെ കൂട്ടുകാരന്മാരും ശരിയല്ല. പിന്നെ എങ്ങനെ നമ്മൾ ഇതിലൊന്നും മയ്യ ചേച്ചി. അവന്മാർ രാധയ്ക്ക് രാമായണം എന്തെങ്കിലും എടുത്ത് നമ്മളെ വെള്ളയെ കയറ്റി തരും. നമ്മളെ കൊച്ചുങ്ങൾക്ക് ആളില്ലാതാവും. എനിക്ക് വണ്ടി പണിയുണ്ട് ചേച്ചി. വണ്ടിക്ക് ആള് നോക്കാൻ ആള് വരും. പോലീസൊക്കെ വരും, നോക്കിയും കണ്ടൊക്കെ നിക്കണേ. അല്ലെങ്കിലും പാവങ്ങളെ വണ്ടിയിൽ തന്നെ അല്ല വന്ന് കയറുന്നത്. അല്ല, മാഡം 2 PC കൂടെ വിടാമായിരുന്നു. എനിക്കെന്താ പേടിയാണോ? അതല്ല മാഡം, ഒരു മുൻകരുതൽ. ഇതൊരു സീക്രട്ട് ഇൻവെസ്റ്റിഗേഷൻ ആണ്. വലിയ ശബ്ദമോ ഒച്ചപ്പാടോ ഒന്നും വേണ്ട. 2 PC പറഞ്ഞു വിട്ടാൽ തീരാനുള്ള കാര്യമുള്ളൂ. പിന്നെയാണ് രഹസ്യ അന്വേഷണം. താൻ എന്തെടുക്കടോ, ഒന്ന് വേഗം വാടോ. അല്ല മാഡം, നമ്മൾ ഒരു പക്ഷേ ആ പുള്ളിയെ കണ്ടുപിടിച്ചെന്ന് കരുതുക. അപകടം മനസ്സിലാക്കി അയാൾ ഓടിയാലോ? തന്റെ ജോലി എന്താ? പോലീസിലാണോ മന്ത്രിയുടെ PA ആണോ? അതല്ല മാഡം ഞാൻ ഉദ്ദേശിച്ചത്. നമുക്ക് അംഗബലം കൂടുതലുണ്ടെങ്കിൽ 4 വശത്തുനിന്നും അവനെ നമുക്ക് കീഴ്പ്പെടുത്താൻ പറ്റും. ഒരു ലേഡിയാ എനിക്കുള്ള ധൈര്യം പോലും തനിക്കില്ലല്ലോടോ. ഒരുപാട് നേരം കൊണ്ട് നടക്കില്ലേ മാഡം? വണ്ടി ഒന്ന് വിളിക്കട്ടെ? रुको रुको, पहले हम लोग इधर रहने यानी पूछना है, पूछने के बाद गाड़ी बुलाया बस. ഓ സോറി. ആദ്യം നമുക്കിവിടെ ആരുടെങ്കിലും അന്വേഷിക്കാം. അന്വേഷിച്ചതിന് ശേഷം വണ്ടി വിളിക്കാം. അതായിരിക്കും നല്ലത്. എന്തോന്ന് ചോദിച്ചു അന്വേഷിക്കും മാഡം. തന്റെ ഫോണിൽ അയാളുടെ ഫോട്ടോ ഇല്ലേ? ഉണ്ട് മാഡം. ഇയാളല്ലോടോ അതാ ഇപ്പൊ പോയത് അങ്ങോട്ട്? അതെ മാഡം. ഈ കുണിങ്ങി കുണിങ്ങി പോകുന്നതിനെ പിടിക്കാനാണോടോ ഇത്രയും ആൾക്കാർ? പോയി തൂക്കിക്കൊണ്ട് പാടോ. നിന്റെ അടുത്തല്ലേ പറഞ്ഞ നിൽക്കാൻ? എവിടെയാ ഈ ഓടുന്നേ? എവിടെ പോന്നു? എന്നെ അറസ്റ്റ് ചെയ്തിരിക്കുന്നു മാഡം. എന്നെ എവിടെയാ കൊണ്ടുപോകുന്നത്? ഇന്ന് സ്റ്റേഷനിലോട്ടാ കൊണ്ടുപോകുന്നേ. എന്തിനാ കൊണ്ടുപോകുന്നത് സാറേ? കാരണമുണ്ട്, അവിടെ ചെന്നിട്ട് പറയാം. വണ്ടി പിടിക്കണം, വണ്ടി പിടിക്കണം. പോയി പിടിക്കണം. എന്താണോ സാറേ എന്നെ വിട്. സാറേ വിട് സാറേ. എന്തിനാ എന്നെ കൊണ്ടുപോകുന്നത്?
വായി തുറന്ന് സത്യം പറഞ്ഞില്ലെങ്കിൽ ഇവിടെ ഇട്ടുകൊല്ലും. പറയണോ എന്താ സംഭവിച്ചേ? ഞാൻ ഒന്നും ചെയ്തിട്ടില്ല മേഡം. ഞാൻ പറയുന്നത് സത്യം. എനിക്ക് വേദനിക്കുന്നു മേഡം. എന്താ നിനക്ക് വേദനിക്കുന്നോ? ആ പിഞ്ചു കുഞ്ഞ് എത്ര വേദന കൊണ്ട് സഹിച്ചു മരിച്ചിരിക്കും. അതിന്റെ ഒരു അംശം പോലുമില്ല. ഇതിനൊക്കെ അനുഭവിക്കുന്നി. സത്യം പറഞ്ഞാലും ഇല്ലെങ്കിലും നീ തന്നെയാണ് പ്രതി. അതിനുള്ള തെളിവ് എന്റെ കയ്യിലുണ്ട്. ഓൾ മൈ ലയൺ വ്യൂവേഴ്സ്, എന്റെ സിംഹക്കുട്ടി പ്രേക്ഷകരെ, 7.20 ചാനലിലേക്ക് നിങ്ങളെ ഞാൻ സ്വാഗതം ചെയ്യുകയാണ്. നമ്മളിപ്പോ നിൽക്കുന്നത് നമ്മുടെ സ്വന്തം ജനമൈത്രി പോലീസ് സ്റ്റേഷന്റെ മുൻപിലാണ്. നമ്മുടെ കൊച്ചു കേരളത്തിൽ എന്താണ് നടക്കുന്നത്? സാധാരണക്കാരന്റെ വീട്ടിൽ എന്തെങ്കിലും സംഭവിച്ചാൽ ഇതിവിടെ ചോദിക്കാൻ ആരെങ്കിലും ഉണ്ടോ? കേരളത്തിലെ ഏതെങ്കിലും പ്രമുഖ മാധ്യമങ്ങൾ ഇന്നിവിടെ ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ഒരു സാധാരണക്കാരിയായ കുട്ടി, സാധാരണക്കാരിയായ ഒരു കുട്ടി മരിച്ചിട്ട് 4 ദിവസമായി. ഈ 4 ദിവസം കഴിഞ്ഞിട്ട് പോലും അതിനെക്കുറിച്ച് ഏതൊരു റിപ്പോർട്ടിങ്ങോ മറ്റു കാര്യങ്ങളോ പുറത്തും വരുന്നില്ല. നമ്മുടെ ഒരു ചാനലുകളോ പുറത്തും വിടുന്നില്ല. അത് എന്തുകൊണ്ടെന്ന് നിങ്ങൾ അന്വേഷിക്കേണ്ടതുണ്ട്. എന്താണ് ഇവിടെ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? ഞാനിവിടെ ഒരു സാധാ ചാനലിന്റെ റിപ്പോർട്ടായിട്ടാണ് വന്നിരിക്കുന്നത്. സാധാരണക്കാരനായ ഒരാളുടെ മകൾ കൊല്ലപ്പെട്ടിട്ട് 4 ദിവസമായി. ഞാനിത് എടുത്തു പറയാൻ കാരണം, ഒരാളെ ഇതിൽ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. ഈ പ്രതി ജനുവിൻ ആണോ എന്ന് കൂടി അന്വേഷിക്കണം. അദ്ദേഹം ജീവിച്ചിരിപ്പുണ്ടോ ഇല്ലയോ എന്ന് നമുക്ക് ആർക്കും അറിയില്ല. 7.20 ചാനൽ ഇത് കൃത്യമായി അന്വേഷിക്കുകയും ചെയ്യും, റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും, നിരന്തരമായി പ്രേക്ഷകരുടെ മുമ്പിൽ ഇത് അറിയിച്ചുകൊണ്ടിരിക്കുകയും ചെയ്യും. ഇവനൊക്കെ ആരുടെ അകത്ത് കയറ്റി വിട്ടത്? പോകാൻ പറ, പുറത്ത് പോകാൻ പറ. ഈ മരണപ്പെട്ട പെൺകുട്ടി ഒരു അന്യസംസ്ഥാന തൊഴിലാളിയുമായിട്ട് പ്രണയത്തിലായിരുന്നു എന്നുള്ളത് ഈ നാട് മുഴുവൻ പാട്ടാണ്. അത് നിങ്ങൾക്ക് ചിലപ്പോൾ അറിയാമായിരിക്കും. പക്ഷെ ഒരു കാരണമുണ്ട്, ഈ തൊഴിലാളിയെയും 4 ദിവസമായിട്ട് കാണാനില്ല. ആർക്ക് വേണ്ടിയാണ് പോലീസ് ഈ സത്യം മറച്ചു വെച്ചിരിക്കുന്നത് നമുക്കറിയില്ല. ഇവിടെ കിടന്ന് ശബ്ദമുണ്ടാക്കിയാൽ തൂക്കിയെടുത്ത് അകത്തണം. വിരട്ടലും വിലപേശലും നിങ്ങളെ മനസ്സിൽ വെച്ചിരുന്നാൽ മതി. ഞാൻ എന്റെ പ്രേക്ഷകരോട് നിങ്ങൾ ഈ കേസ് വളച്ചുടക്കുകയാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്ത് ചെയ്യും? ഇപ്പോൾ നിനക്ക് നടന്നു പോകാൻ കാലുണ്ട്, കുറച്ചു കഴിഞ്ഞാൽ നടന്നു പോകാൻ കാല് കാണില്ല. നീ പോവാ. ഒന്ന് പോ സാറേ. 7.20 ചാനല് വീണ്ടും വരും, വീണ്ടും ഇത് അന്വേഷിക്കുകയും ചെയ്യും, റിപ്പോർട്ട് ചെയ്യപ്പെടുകയും ചെയ്യും. നമുക്ക് കാണാം, വീണ്ടും കാണണം. നോക്കിയൊന്ന് പേടിപ്പിക്കല്ലേ? കാണാന്നേ, നമുക്ക് കാണാം. എന്താണ് അവിടെ? എന്തിനാണ് ഇയാൾ ഇങ്ങനെ ക്രൂരമായി വർദ്ധിക്കുന്നത്? ഇയാൾക്ക് എന്തെങ്കിലും സംഭവിച്ചാൽ ഉത്തരം പറയേണ്ടത് ഞാനാണ്. എത്രയും പെട്ടെന്ന് ഇയാളെ റിലീസ് ചെയ്യണം. സോറി സർ, വ്യക്തമായ തെളിവിന്റെ അടിസ്ഥാനത്തിലാണ് പ്രതി അറസ്റ്റ് ചെയ്തത്. നിങ്ങൾക്ക് അങ്ങനെ പലതും പറയാം, പക്ഷെ കോടതിയിൽ തെളിവാണ് ആവശ്യം. സർ, എന്റെ കയ്യിൽ CCTV ഫുട്ടേജ് ഉണ്ട് സർ. ഉണ്ടെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. CCTV ഫുട്ടേജ് ഉണ്ട്. 4 ദിവസമായി ഇയാൾ അറസ്റ്റ് ചെയ്ത വ്യക്തിയെ 24 മണിക്കൂറിനകം അടുത്തുള്ള മജിസ്ട്രേറ്റ് മുമ്പ് ഹാജരാക്കണമെന്ന് നിങ്ങൾക്കറിയില്ലേ? എന്തുകൊണ്ടത് ചെയ്തില്ല? സോറി സർ, സിസ്റ്റം കംപ്ലൈന്റ് ആയി പോയി സർ. അതുകൊണ്ടാണ് ഫുട്ടേജ് കിട്ടാൻ ലേറ്റ് ആകുന്നത്. നാണമല്ലേ നിങ്ങൾക്ക് ഇങ്ങനെയുള്ള ചീപ്പ് എക്സ്ക്യൂസ് പറയാൻ? 2 മണിക്കൂറിനുള്ളിൽ നിങ്ങൾ പറഞ്ഞ സാധനം എന്റെ ടേബിളിൽ ഉണ്ടാവണം. ഇല്ലെങ്കിൽ നിങ്ങളുടെ തൊപ്പി പോണ വഴി അറിയില്ല. അഴിച്ചു വിടോ. സാർ, എന്നോട് ഇവിടെ വരാൻ പറഞ്ഞിരുന്നു സാർ. എന്റെ പേരെന്താണ്? ചന്ദ്രനാണ് സാർ. ഈ ബംഗാളികളെയൊക്കെ അത്യാവശ്യക്കാർക്ക് ജോലിക്ക് കൊടുക്കുന്ന ഒരാളാണ് സാർ. എന്താടോ, 2 ദിവസത്തേക്ക് മുമ്പാണല്ലോ തന്നോട് വരാൻ പറഞ്ഞത്, ഇപ്പോഴാണോ സമയം കിട്ടിയത്? നീയോ ബംഗാളി പയ്യനും കൂടി ചേർന്നല്ലോ ആ പെൺകുട്ടിയെ ക്രൂരമായി പീഡിപ്പിച്ചു കൊന്നത്. അങ്ങനെ പറയരുത് സാർ. ഞാനും എന്റെ പണിക്കാരും അങ്ങനെ ചെയ്യില്ല സാർ. സംശയം ഉണ്ടെങ്കിൽ സാർ നാട്ടിൽ വന്നൊന്ന് അന്വേഷിച്ചു. എന്നെ കുറിച്ചുള്ള അഭിപ്രായം സാറിന് അറിയാൻ പറ്റുമല്ലോ. നിന്റെ നാട്ടിൽ വന്ന് ഞാൻ അന്വേഷിക്കും. നിന്നെ കുറിച്ച് ആരെങ്കിലും മോശമായിട്ട് അഭിപ്രായം പറഞ്ഞാൽ അപ്പൊ ഈ ഓഞ്ഞ താടിയും പിടിച്ച് ദൂരെ കളഞ്ഞ് നിന്നെ പിടിച്ചകത്തിടും. കേട്ടോടാ? സാർ, എനിക്കൊരു കാര്യം പറയാനുണ്ട് സാർ. എന്താ കാര്യം? സാർ, അമൽരാജിന്റെ വീട്ടിൽ നിന്ന് ഒരു ഫോൺ കോൾ വന്നു. അവൻ്റെ അമ്മയ്ക്ക് സീരിയസ് ആണെന്ന് എത്രയും പെട്ടെന്ന് അവൻ്റെ നാട്ടിലോട്ട് കയറ്റി വിടുന്നതാണ്. അങ്ങനെ ഞാൻ അവനെയും കൊണ്ട് റെയിൽവേ സ്റ്റേഷനിൽ അവനെ ട്രെയിൻ കയറ്റി വിടാൻ വന്നു. കൂടെ ആ പെൺകുട്ടിയും ഉണ്ടായിരുന്നു. അവൻ യാത്ര പറഞ്ഞ് പോവുകയും ചെയ്തു. പെൺകുട്ടിയുടെ വഴിക്കും പോയി. ഞാൻ എൻ്റെ ജോലി സ്ഥലത്തോട്ടും പോയി സാർ. ഇതാണ് സത്യം. ആദ്യം ചോദിച്ചപ്പോൾ നിന്റെ വായിലെന്തോ പഴമായിരുന്നോ? ഞാൻ മറന്നുപോയതാണ് സാർ. പോ. സർ, പ്രതി പറഞ്ഞ കാര്യം കേട്ടാൽ നമ്മൾ ഞെട്ടും. എന്താ സംഭവം? സർ, ഇയാളെ എന്ത് ചെയ്യാനാ? എന്നെ മോളെ പോലെ ഞാൻ മടിയിലെത്തിയ സത്യമാണ്. ഞാൻ
ഞാൻ വേറെ ഒരു തെറ്റും ചെയ്തിട്ടില്ല സാർ. മോളെ പോലെ കരുതിയതുകൊണ്ടാ നിങ്ങൾ യൂറിൻ പാസ് പോലെ കഴിയാത്തത്. മാറി എത്രയും പെട്ടെന്ന് ഇവനെയും അവനെയും FIR ഇട്ട് കോടതിയിൽ ഹാജരാക്കണം. ജയിലിടിഞ്ഞാൽ പോലെ ഇവരൊന്ന് പുറത്തിറങ്ങരുത്. ഹലോ, ഉടൻ വരാം. 12 വയസ്സായ പെൺകുട്ടി റെയിൽവേ ട്രാക്കിൽ മരിച്ചു കിടപ്പുണ്ട്. ഞാൻ അങ്ങോട്ട് പോകുന്നു. നിങ്ങൾ അവരെ പ്രതികൾ ഹാജരാക്കണം കോടതി. ഓക്കെ സാർ. വരും. ആശാനെ ഞാൻ എൻ്റെ കൂടപ്പുറപ്പിനെ പോലെ അല്ലല്ലോ ആശാനെ കണ്ടിരുന്നത്. ആശാന്റെ മോള് പാറക്കുട്ടി മരിച്ചിട്ട് ആശാന്റെ കണ്ണി ഒരു നല്ല കണ്ണീര് വന്നത് ഞാൻ കണ്ടു. കുളത്തിലും ആറ്റിലും അഴുതി കിടക്കുന്ന ശവങ്ങൾ എടുത്തെടുത്ത് ആശാന്റെ മനസ്സിൽ കല്ലായ. പക്ഷെ എനിക്കത് പറ്റില്ലല്ലോ ആശാൻ. ഇത്രയും കണ്ണുകൾ വലിച്ചു കിട്ടി എന്റെ കണ്ണീര് വരും. എന്തിനാ കരങ്ങണത്? ജനിച്ച ഒരു ദിവസം മരിക്കും ഈ ലോകത്ത് ആരായാലും. പക്ഷെ നിനക്കൊരു സത്യം അറിയും. എന്റെ പാറക്കുട്ടി എങ്ങനെ മരിച്ചെന്ന് അറിയാളാണ്. ഞാനാണ് കൊന്നത്. ഞാനാ കൊന്നത് പാറക്കുട്ടിയെ. ഈ ലോകത്ത് എല്ലാം മായടാ, മായ. ഈ നശിച്ചു പോയി, നശിച്ച് ഇനിയും നശിക്കും. ഇവിടെ നശിച്ച് നാറായ കല്ല് മാറോടാ ഇവിടെ. ഈ പരനാറിയല്ലേ ഞാൻ ആശ എന്ന് പറഞ്ഞ് എന്റെ മനസ്സിൽ കൊണ്ടുവരുന്നത്. അവ ആ പൊന്നുമോളെ കൊന്നെന്ന് പന്ന പട്ടി പരനാറി. ഓട് കൊടുക്കൂല പന്ന. ഹലോ, നീ അറിഞ്ഞ എന്ത് പറ്റി? എന്റെ ആശാൻ എന്ന് പറയണില്ലേ ആ പട്ടി, അവനാണ് നമ്മളെ പാറക്കുട്ടിയെ കൊന്നതെന്ന്. നിങ്ങളുടെ ആശാനോ? ഓ, എന്റെ അടുത്ത് അവൻ പറഞ്ഞു. ചേച്ചിയോട് പറയണ്ടത്. ഇന്ന് അവന്റെ മോളെ കൊന്നു. നാളെ ഒരു പക്ഷെ അവൻ എന്നെയും കൊന്നാല. അതുകൊണ്ട് നമുക്ക് ഈ നാട് വിട്ട് പോവാടി. നീ എല്ലാം പാക്ക് ചെയ്യ. ഞാൻ ഇതാ പറഞ്ഞു. ഇത് പറയാൻ ഞാൻ ഒരിടവും വരത്തില്ല. ശരിയാവത്തില്ല. ശരി. ചേച്ചി, എന്താണെന്നറിയാവോ നിങ്ങളുടെ ഭർത്താവിന്റെ കണ്ണിൽ നിന്ന് ഒരു തുള്ളി കണ്ണീര് വരാനിത്? നിങ്ങളുടെ മോൾ എങ്ങനെ മരിച്ചെന്നറിയാവോ? നിങ്ങളുടെ ഭർത്താവാ കൊന്നേന്ന് എന്റെ ചേട്ടൻ വിളിച്ചപ്പോ പറഞ്ഞതാ. ഞാൻ പോകും അങ്ങേരെ കൊണ്ട്, അല്ലെങ്കിൽ അങ്ങേരെ പേരും കൂടെ ആവുന്നത്. ചേച്ചി ഒന്നും വിചാരിക്കില്ല കേട്ടോ. എവിടെ പോയാ അവളെ കൊന്ന് ചാക്കി കെട്ടി വച്ചില്ല. അവക്ക് ഗതി വരുവായിരുന്നാ സുരേഷ. കൊല്ലാണ അവളെ ജയിലിൽ പോയി കൊല്ലാണ. മതി, ഇതൊക്കെ മതി എനിക്ക്. ഇനി ഞാൻ ജീവിക്കും. എന്റെ മകൾക്ക് വേണ്ടി എനിക്ക് ജീവിക്കാൻ പറ്റും. എന്റെ ഭാര്യ അമ്പിളിക്ക് വേണ്ടിയിട്ടെങ്കിലും ഞാൻ ജീവിക്കും. സുരേഷ മതി. ഇനി എന്നെ എടുത്തോടെ നടക്കണ്ട. ഞാൻ അവക്ക് വേണ്ടി ജീവിക്കൂടാ. നീ എന്ത് പതിവില്ലാതെ ഇവിടെ എന്നെയും കാത്തിരിക്കണതാ? എൻ്റെ ഒന്നും ആവശ്യമില്ല. വാ പോവാ. ഒരു മനുഷ്യനായാലേ ഒന്ന് ഈ നാട്ടുകാർക്ക് ഉപയോഗം വേണം.
അല്ലെങ്കിൽ വീട്ടുകാർക്ക് ഉപയോഗം വേണം. അങ്ങനെ ഇല്ലാത്ത ഒരുത്തനെ ഇനി ഈ ഭൂമിയിൽ വേണ്ട. എന്ത് പറ്റിയടാ? എന്റെ ഭാര്യ എന്നെ കൊല്ലാൻ നോക്കിയടാ. കല്യാണം കഴിയാത്ത നിന്റെ ഭാര്യയെ കഴുത്ത് ഞെരിച്ച് കൊല്ലാൻ നോക്കിയെന്നാ? എടാ, ഈ പ്രശ്നങ്ങൾ മാറാൻ വേണ്ടിയിട്ടല്ലേ എന്റെ പൊന്നളിയാ നമ്മളെ കൊണ്ട് കണ്ട ഈ DHS സെന്ററിൽ അഡ്മിറ്റ് ചെയ്തത്. ഇന്ന് നമ്മളെ ഡിസ്ചാർജ് ആയിരുന്നളിയാ. നിന്നെ കൊണ്ട് ഞാൻ ഇവിടെ ഇരുത്തിയിട്ട് കണ്ടേ മെഡിസിൻ വാങ്ങാൻ വേണ്ടി അവിടെ പോയിട്ട് നീ സ്വപ്നം കണ്ട് പിന്നെ ഇവിടെ കിടന്ന് അലറി വിളിക്കണ കൊള്ളാടെ. എടാ സ്വപ്നമോ എന്തോ, പക്ഷെ നിനക്ക് വലിയ കൊമ്പ മീശ. പിന്നെ എനിക്കൊരു മോളുണ്ടാ. എന്റെ മോളെ ഓർത്തം കൊല്ലും. ആരെന്നറിയാം, നമ്മളവിടെ ചായ അടിക്കാൻ നിൽക്കില്ലേ സതീശ്, അവൻ കൊന്നടാ. പിന്നെ അവിടെ അതായിരിക്കില്ലേ, അവനും ഉണ്ടായിരുന്നടാ. അവൻ ഒരു പാസ്റ്റ്. ഞാൻ അവൻ്റെ പൈസയൊക്കെ വാങ്ങും എന്തോ. പിന്നെ നമ്മളെ നോക്കില്ല ഡോക്ടർ ഉണ്ട്. ഡോക്ടറാണ് കഞ്ചാവ് വെച്ചോ എന്തോടെ. എന്റെ പൊന്നെ, നീ ഇവിടെ ഇരുന്ന് ഇനി ഇങ്ങനെയുള്ള പൊട്ടത്തിനെ പറയല്ലേ. അതാണ്ടേ ആ ഡോക്ടർ കേട്ടാ ഇനിയും 10 ദിവസം പിടിച്ച് ഇവിടെ അഡ്മിറ്റ് ചെയ്യും. ഈ 10 ദിവസം ഇവിടെ കിടന്നതിന്റെ നീറ്റൽ ഇതുവരെ മാറിയില്ല. എടാ നീ ബാഗ് വാ, നമുക്ക് പെട്ടെന്ന് വാ. അതുപോലെ ഇനി ഏവനെങ്കിലുമൊക്കെ കഞ്ചാവോ മയക്കുമരുന്നോ കള്ളോ ചുമ്മാ തരാന്ന് പറഞ്ഞാലും എനിക്ക് വേണ്ട. നിനക്ക് വേണോ? എനിക്ക് വേണ്ട. ഞാൻ വീട്ടിൽ ഓരോ ആലോചിച്ചപ്പോ ഒരു കാരണവശാലും ഒരിക്കലും ഒരാളും ഇനി ഇതിലോട്ട് വരാൻ പാടില്ല. ഇവിടെ നിന്ന് രക്ഷപ്പെട്ട് എല്ലാവരും പുറത്തു പോകണം. നീ പെട്ടെന്ന് പോവാം. ഡോക്ടറെ പറയണ്ടേ? ഞാൻ നേരത്തെ ഡോക്ടറിന്റെ അടുത്ത് പറഞ്ഞു. നമ്മളെ ഇത്രത്തോളം നന്നാക്കിയത് ഡോക്ടറല്ലേ. ഡോക്ടർക്ക് ഒരു വാക്ക് പറയണ്ടേ? എത്ര പ്രാവശ്യം പറയണം? പറഞ്ഞല്ല, ഡോക്ടറല്ലേ നിങ്ങൾ ഇവിടെ കൊണ്ട് ഇവിടെ നിന്ന് എല്ലാ കാര്യങ്ങളും പറഞ്ഞ് മനസ്സിലാക്കി പുറത്തോട്ട് വിടണം. നീ പോവാം.